ഇതിപ്പോ ഓണൊക്കെ ആവുമ്പോ നമ്മൾ തന്നെ ഇരുന്ന് തള്ളിയിട്ട് കീറുന്നില്ല. അപ്പൊ ഇത് ഒരു സെലിബ്രിറ്റി വന്ന് തള്ളണം, പൊങ്ങൂലാന്ന് തോന്നിയിട്ട് ചെയ്യേണ്ട എന്ന സിറ്റുവേഷൻ ഉണ്ടോ? അതിന് ആദ്യം നമ്മുടെ ഇന്നസെന്റിന്റെ ഡയലോഗ് കേൾക്കാം, ഇത് കുറെ കണ്ടതാ, അത് മനസ്സിൽ വരും. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു പാട്ടാണ് ചെയ്തപ്പോ. കുറെ ചില പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. കീരവാണി സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, വാരിക്കുഴിയിലെ കൊലപാതകം. ഇപ്പത്തെ ജനറേഷനിൽ ആളുകൾ പറയാൻ മടിയാവും തന്ത വൈബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ട്രാഫിക് എന്ന് പറഞ്ഞ പടത്തിൽ പകലിൽ എന്നുള്ളൊരു പാട്ടുണ്ട്. അതില് രാജേഷായിട്ട് വ്യക്തമായിട്ടൊരു റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഇപ്പൊ കഥ പറയുമ്പോൾ നന്നായിട്ട് തോന്നും, പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല. ഒരാള് നീയ ചെയ്യണത്, ഫിറോസ് എന്നുള്ള കഥാപാത്രം നീയ ചെയ്യണത്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചിലപ്പോ നല്ല സിനിമ നല്ല DOP അടിപൊളി ചെയ്തിട്ടുണ്ടാവും, നല്ല കട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ തുടരുമില്ലേ, തുടരും ചെയ്തപ്പോ അങ്ങനെയാണ് ചെയ്തത്. അന്ന് അനിലേറ്റർ എന്നെ കൊണ്ട് മൂകാംബിക്ക് പോയി, നീ ഒരു ബ്രേക്ക് വേണം, നീ വാ. ട്രെയിനിൽ ഫുൾ എനിക്ക് ക്ലാസ് ആയിരുന്നു. നീ ഇങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കേണ്ട കാര്യമില്ല, ഇതിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ആവാം, അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പഠിക്കണം. മ്യൂസിക്കലി ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല, വളരെ കാഷ്വൽ ആയിട്ട് പോയി. ഹൈ ഗൈസ്, ഇന്ന് സ്നാപ്പാർട്ട് സ്റ്റോക്സിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും സ്നാപ്പാർട്ട് സ്റ്റോക്സിന്റെ ഹാപ്പി ഓണം നേരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആ വ്യക്തിയുടെ പേര് മെജോ ജോസഫ് എന്നാണ്. സർ, വെൽക്കം ടു സ്നാപ്പാർട്ട് സ്റ്റോക്സ്. ഇപ്പൊ സാർ കറന്റ് എങ്ങനെയാണ് മലയാള ഇൻഡസ്ട്രിയിൽ സാറിന്റെ? ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയത് ഒരു ഓശാന എന്ന് പറഞ്ഞൊരു പടമാണ്, ധ്യാനൊക്കെ അഭിനയിച്ചൊരു പടം. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞിരിക്കുന്നത് തേർഡ് മേർഡർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് സുനിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറാണ്. അതിൽ അഭിനയിച്ചത് നമ്മുടെ വിനയ് ഫോർട്ട്, സൈജു കുറുപ്പ്, ഇന്ദ്രൻ ചേട്ടൻ അവരൊക്കെയാണ്. അപ്പൊ ഇതാണ് മലയാളത്തിലുള്ള. പിന്നെ തെലുങ്കില് ഒരെണ്ണത്തിന്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ തേർഡ് മേർഡർ യൂട്യൂബിൽ റിലീസായ സോങ് ഇല്ലില്ല, അതിലൊരു പാട്ടുള്ളൂ, ടൈറ്റിൽ സോങ്. അത് ഈ പറഞ്ഞ പോലെ അത് ഞാൻ തന്നെ പാടിയിരിക്കുന്നത്. ഒരു പാട്ടിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥയായിട്ട് ഒരു മാച്ചും ഇല്ലാത്തൊരു പാട്ടാ, പക്ഷെ ഒരു ടൈറ്റിൽ സോങ് ആയതുകൊണ്ടുള്ളൊരു ടൈറ്റിൽ സോങ് അത്രേ ഉള്ളത്. ബാക്കി അത് ഒരു സ്ലോ പേസ് മേർഡർ സ്റ്റോറിയാണ്. അപ്പൊ അത് വേറൊരു കൾച്ചറൽ പാട്ടാണ്. സാർ, നമ്മള് മെയിൻലി മീഡിയ കമ്പനിയാണ്. നമ്മുടെ പോഡ്കാസ്റ്റില് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് സംഭവങ്ങളാണ്. അപ്പോ ബിഗിനേഴ്സിന് വരുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോ ഓണൊക്കെ ആവുമ്പോ നമ്മൾ തന്നെ ഇരുന്ന് തള്ളിയിട്ട് കീറുന്നില്ല. അപ്പൊ ഇത് ഒരു സെലിബ്രിറ്റി വന്ന് തള്ളണം എന്നൊക്കെ നോക്കിയിട്ട്, പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തില് നമ്മൾ കാണുന്ന എന്താ പറയാ, ഒരു ചുള്ളം വന്ന് മറ്റേ സിനിമയില് മുടിയൊക്കെ വെച്ചിട്ട് മ്യൂസിക് ചെയ്തിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാമല്ലോ. അപ്പൊ അന്ന് മുതൽ നമ്മൾ പരിചയപ്പെടാനും അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. അപ്പൊ അതിൽ നമുക്ക് മീറ്റ് ചെയ്യാനും പരിചയപ്പെടാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, മീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് അത്. ഭയങ്കര സോ ലക്കി. ഓക്കെ, പിന്നെ സാറിന്റെ ഒരുപാട് വർക്ക് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ കുറെ ചിലപ്പം എന്താ പറയാ, സിനിമ അങ്ങനെ ഉണ്ടല്ലോ, സിനിമ ഹിറ്റ് ആയാലാണ് ചിലപ്പം ആളുകളെ കേൾക്കുള്ളൂ ആ കാലഘട്ടത്തിലാണ്. പക്ഷെ ഞാൻ സാറിന്റെ ഒരു ഇതിലുള്ള പാട്ട് ഇപ്പൊ പറഞ്ഞല്ലോ, അതൊക്കെ ഞാൻ കേൾക്കുന്നു. കുറച്ചൊരു മെലഡി ഞാൻ പോലും മറന്ന എന്റെ പാട്ടുകളാണ്. അപ്പൊ അത് ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മുടെ. അപ്പൊ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ക്യാമറ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണോ? അല്ല അങ്ങനത്തെ കാണാൻ ഇഷ്ടമാണ്, നല്ല പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ അതിന്റെ ടെക്നിക്കൽ സംഭവങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തില്ല, അങ്ങനെ നോക്കിയിട്ടുമില്ല. അങ്ങനെ കാരണം അത് അറിയണവര് ചെയ്തിട്ട്. അതാണ്. അല്ല, ഇപ്പൊ അന്ന് അഭിനയിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ ക്യാമറയുടെ ബാക്കിൽ അന്ന് അങ്ങനെ പോയി നോക്കലില്ല അല്ലേ? ഇല്ല, നോക്കാൻ പറ്റില്ല. ആർട്ടിസ്റ്റുകൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ലെ ആ ഷൂട്ടിന്റെ ഇടയില്. പറയുമ്പോ അളിയനാണ്, എനിക്ക് കൂടി പറഞ്ഞിട്ട് കാര്യമില്ല, കാണിച്ചു തരില്ല. അല്ല, ഞാനങ്ങനെ ഒരു അതിര് വിട്ട് എവിടെയും ഫ്രീഡം എടുക്കാത്ത ഒരാളാണ്. നമുക്ക് ആക്സസ് ഉള്ളിടത്ത് മാത്രമേ നമ്മള് പോവുള്ളൂ, അല്ലാതെ നമ്മള് ഇടിച്ചു കയറി. അതിനുശേഷം എനിക്ക് അങ്ങനെ കാണലില്ല. അങ്ങനെ അവര് പറയുന്നത് എന്താ ചെയ്യാം, അതത്രയുള്ളൂ. അങ്ങനെയാണ്. കാരണം അവർക്കത് വ്യക്തമായിട്ട് അറിയാം എന്താ വേണ്ടെന്നുള്ളത്, അപ്പൊ അത് പറയാ നമ്മള് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു മൂവി കിട്ടുകയാണെങ്കിൽ സാറിന് ആദ്യം അതൊരു മ്യൂസിക് ഇല്ലാതെ കാണുന്നത് സാറാവും. ഇപ്പൊ ഞാനൊരു ചില സമയത്ത് അതുപോലെ ഒരു ക്രിക്ക് ഉണ്ടാവുന്ന ഒരു മൂട്ടി ഇത് വെച്ചിട്ട് സോങ് ഇതൊക്കെ കാണും. അപ്പൊ നമുക്കതിന് ചിലപ്പോ നല്ല സിനിമ നല്ല DOP അടിപൊളി ചെയ്തിട്ടുണ്ടാവും, നല്ല കട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഫുൾ അതിന്റെ ഒരു വർക്ക് പാക്ക് പിന്നെ ഫൈനൽ പോർഷൻ സാറിന്റെ കയ്യിലാണ് വരുന്നത്. അത് നിങ്ങളുടെ മ്യൂസിക് ഇല്ലെങ്കിൽ അതില്ല, പിന്നെ ആ സാധനം നമുക്ക്. അപ്പൊ അത് നമ്മളൊരു ചിലത് കാണുമ്പോൾ
നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കൽ, ഇങ്ങനെ ഡിസൈഡ് ചെയ്യുക, എങ്ങനെ അത് പൊക്കിയെടുക്കുന്ന പരിപാടി? ഇത് ശരിക്കും അതൊരു പ്രോസസ്സാണ്. ആ. പാട്ടുകൾ ചെയ്യുമ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഡയറക്ടറായിട്ട് 2-3 മീറ്റിംഗിലിരിക്കും. അപ്പൊ എന്നിട്ട് അവരുടെ മാക്സിമം ഇൻപുട്സ് നമ്മൾ ഇപ്പം ആ പാട്ട് എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോണേ, ആ ഹീറോ അല്ലെങ്കിൽ ഹീറോയിന്റെ ബോഡി ലാംഗ്വേജ്, ആരാണ് ഏജ് ഗ്രൂപ്പ് ഏതാണ്, എവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോണത്, പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു കോസ്റ്റ്യൂംസ്, അതൊക്കെ കാരണം നമുക്ക് തമ്മിൽ ഒരു ഐഡിയ കിട്ടും മനസ്സിലൊരു idea. എങ്ങനത്തെ ഒരു പിന്നെ അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ പാറ്റേൺ അതെങ്ങനത്തെ വേണം എന്നുള്ളത്. ഇപ്പൊ ഒരു സിറ്റുവേഷൻ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹീറോ ആണെന്ന് വെച്ചാൽ എങ്ങനത്തെ പാട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അത് ഈ പടത്തിന് ഈ സിറ്റുവേഷനിലേക്ക് പറ്റിയതാവണം. അപ്പൊ അത് ആഫ്റ്റർ ഡിസ്കഷൻസ് മാത്രമേ പറ്റുള്ളൂ. അപ്പം ചിലപ്പോ ഒരു ത്രെഡ് അവർ പറയുന്ന ഇൻപുട്സ് അനുസരിച്ച് ത്രെഡ് നമ്മൾ കൊടുക്കും. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇരിക്കും. എന്നിട്ട് 1-2 നമ്മൾ ലോക്കാവേണ്ടതാണ്. എത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി ഡയറക്ടർ നമുക്ക് ആ സിറ്റുവേഷൻ കഥ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന അത്രയും മാത്രം ഫാസ്റ്റ് ആയിട്ടും അത്രമാത്രം വൃത്തിക്ക് നമുക്ക് പാട്ട് ചെയ്യാൻ പറ്റും. അത് പാട്ടിന്റെ കേസ്. ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പം ഫൈനൽ എഡിറ്റ് കഴിഞ്ഞ് ഡബിങ് കഴിഞ്ഞ് ചിലപ്പോൾ ഡബിങ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, പൈലറ്റ് ട്രാക്കിലായിരിക്കും നമുക്ക് ചെയ്യാൻ കിട്ടുന്നത്. എന്നാൽ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പക്ഷെ സ്ക്രിപ്റ്റ് ഞാൻ മുമ്പ് വായിക്കും. ഞാൻ നോർമലി എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ കഥ ഇപ്പൊ ഒരു പടം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഷൂട്ടിന് മുമ്പാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ സ്ക്രിപ്റ്റ് മാക്സിമം വായിക്കാൻ നോക്കും. നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലൊരു പിക്ചർ കിട്ടും, ഒരു മ്യൂസിക്കൽ ഇമാജിനേഷൻ തുറന്നു കിട്ടും. പിന്നെ ഒരു സൗണ്ട് സ്ക്രിപ്റ്റിംഗ് എന്നുള്ളൊരു പ്രോസസ് ഉണ്ട്. അതായത് ഞാനും മീൻസ് മ്യൂസിക് ഡയറക്ടറും പിന്നെ അതുപോലെ തന്നെ എഫക്ട്സ് ചെയ്യുന്ന ആള്, സൗണ്ട് ഡിസൈനർ, ഡയറക്ടർ, ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നിട്ട് എങ്ങനെ ഏതൊക്കെ പോർഷനിൽ മ്യൂസിക്കലി ട്രീറ്റ് ചെയ്യണം, ഏതൊക്കെ പോർഷനിൽ എഫക്ട്സ് വൈസ് ട്രീറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മളൊരു സൗണ്ട് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യും. അപ്പൊ നമ്മള് ഇപ്പൊ ചില സമയങ്ങളിൽ മ്യൂസിക് ചിലപ്പോൾ ലൗഡായിട്ട് കയറുന്നിടത്ത് എഫക്ട്സ് കുറച്ച് ചെറുതായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അത് നമ്മള് ഒരു ടീം വർക്കാണത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ കംപ്ലീറ്റ് പിക്ചർ മ്യൂസിക് ചെയ്തതിനു ശേഷം എഫക്ട്സും ഡബ് ട്രാക്കും എല്ലാം കൂടി വന്നിട്ട് ഫൈനൽ മിക്സിംഗ് സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് വീണ്ടും മ്യൂസിക് മ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ എഫക്ട്സ് മ്യൂട്ട് ചെയ്യും. അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഡിസിഷൻ ആരെടുക്കുന്നത്? അത് ഫൈനൽ മിക്സിംഗ് നമ്മൾ എല്ലാവരും മീൻസ് ഇൻ ദ സെൻസ് ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഉണ്ടാവും, പിന്നെ സൗണ്ട് ഡിസൈനർ എന്തായാലും ഉണ്ടാവും. സൗണ്ട് ഡിസൈനർക്ക് ഫൈനലി എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനുള്ളത് ടീം വർക്കാണ്. അതിപ്പോ അവിടെ ഒരു ഈഗോ വർക്ക്. ഇപ്പൊ എന്റെ മ്യൂസിക് അവിടെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യണതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം. അത് മനസ്സിലാക്കാൻ അതിന്റെ ലോജിക് കൂടെ ആള് പറഞ്ഞു. അതെ, എക്സാക്ട്ലി. അത് ആ ഒരു സെൻസ് എനിക്കും വേണം. അപ്പൊ അതാണ് പ്രോസസ്സ്. പിന്നെ ഒരു ക്യാരക്ടർ പോലെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. നമ്മുടെ പടത്തിന്റെ ഒരു ക്യാരക്ടർ പോലെയാണ്. അത് ഒട്ടും ലൗഡ് ആവാൻ പാടില്ല. ഒരു ഇത് പറഞ്ഞേക്കുന്നതാണ്, അതായത് എ ഗുഡ് സ്കോർ ക്യാൻ ബി ഫെൽറ്റ് നോട്ട് ഹേർഡ് എന്നാ പറയുന്നത്. കേൾക്കാൻ പറ്റില്ല, പക്ഷെ അത് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അതുപോലെ ആയിരിക്കണം വളരെ. എന്നാൽ ലൗഡ് ആവേണ്ട സ്ഥലത്ത് ലൗഡ് ആക്കണം. വീക്ക് ആവാൻ പോകുന്ന സീൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിൽ പെടുന്നതാണ് ആസ് എ മ്യൂസീഷ്യൻ. അപ്പൊ സാർ അതുപോലെ ഇല്ലേ, ഇപ്പൊ അതായത് നമുക്ക് ഈ ഇത് കൊടുന്നു തരുമല്ലോ. അതായത് ഇപ്പോ ഞാനൊരു ഇതിൽ കേട്ടിട്ടുണ്ട്, സാറിന് അല്ലെങ്കിൽ മച്ചാനെ വിശ്വസിച്ച് കൊടുന്നു തരുന്നത് ഇതുകൊണ്ട് പൊക്കി തരണം പറഞ്ഞിട്ട്. സംഭവം ചിലപ്പോ ഒന്ന് കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ചിലര് പറഞ്ഞാവും ഷോർട്ട് ഇട്ട് നമ്മൾ മ്യൂസിക് കുറിച്ചിട്ട് ലാഗ് ഇട്ടിട്ട് ഷോർട്ട് എടുത്തിട്ടുണ്ടാവും. ഇത് കട്ടൊക്കെ എടുത്തിട്ട് ഇതൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇത് പൊങ്ങൂലാന്ന് തോന്നിയിട്ട് ചെയ്യേണ്ട വന്ന സിറ്റുവേഷൻ ഉണ്ടോ? ആദ്യം നമ്മുടെ ഇന്നസെന്റ് ഡയലോഗ് ഇത് കുറെ കണ്ടതാ, അത് മനസ്സിൽ വരും. പക്ഷെ അതല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ സംഭവമാണ്. അതെ, കറക്റ്റ്. ജോബും പാഷനും അതെ, കറക്റ്റ്. നമുക്ക് അങ്ങനത്തെ ചലഞ്ചസ് വരുമ്പോഴാണ് നമ്മളറിയാതെ വളരുള്ളൂ. കാരണം സ്ഥിരം പാറ്റേണിലുള്ള സാധനങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല. ഇത് ഈ സംഭവം കൊണ്ടുതരുമ്പില്ലേ നമുക്ക് ഒരു ജഡ്ജ്മെന്റ് നമ്മളാവും ഈ സാധനം ഇതാക്കാൻ പറ്റുന്നു. അങ്ങനെ മൂവിയുടെ പേര് പറയണ്ട, അങ്ങനെ വിചാരിച്ച സാധനം നമ്മുടെ മ്യൂസിക്കലി അത് എൻഹാൻസ് ചെയ്തിട്ട് അത് രക്ഷപ്പെടുത്തിയ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വന്നേക്കണ പടങ്ങളെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാത്ത നല്ല ടെക്നീഷ്യൻസ് ആണെങ്കിലും അത് വൃത്തിക്ക് ഷൂട്ട് ചെയ്ത് വൃത്തിക്ക് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കണ പടങ്ങൾ ഞാൻ ഇതുവരെ ചെയ്തിരുന്നു. 1-2 വന്നിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ പോലെ ഇപ്പൊ കഥ പറയുമ്പോൾ നന്നായിട്ട് തോന്നും, പക്ഷെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല. വളരെ റെയറാണ്. 2-3 പടം, 2 പടം അത്രേ വന്നിട്ടുള്ളൂ. അവരുടെയും തുടക്കമാണ്.
അതിലൊരു പിന്നെ കാര്യമൊന്നുമില്ല. അതാണ് അത്. പിന്നെ എല്ലാ ടൈപ്പും ചെയ്യണല്ലോ നമ്മള്. അതെ 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 എല്ലാ എക്സ്പീരിയൻസും പിന്നെ നമ്മൾ ഇതാവുള്ളൂ. സർ ഈ മ്യൂസിക് കമ്പോസ് ചെയ്യാന്ന് പറയില്ലേ, ഇപ്പൊ നമ്മളൊരു ഷോട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കണക്ഷൻ, അതിലെന്താണ് ആ ഫീല്, അത് നമ്മളൊരു ആള് കാണുമ്പോ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ ആ ഒരു മ്യൂസിക്കിന് ഒരു പവർ ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ അതെങ്ങനെയാണ് ഒരു പവർ അത് കൊടുക്കാൻ ശരിക്കും പറ്റുന്നത്? നമ്മള് ഒരു ബ്ലാങ്ക് പേജിലാണ് ഇരിക്കുള്ളത്. ആ വിഷ്വല് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മ്യൂസിക് വരും, ഒരു ത്രെഡ് വരും. ചിലപ്പോ അത് വന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒരു ഇൻസ്പയറിംഗ് സംഭവം, ഇപ്പൊ ചിലപ്പോ ചില സമയങ്ങളിൽ എഡിറ്റേഴ്സ് റെഫറൻസ് മ്യൂസിക് ഇടാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെമ്പോ നമ്മൾ പിടിക്കും. അത് അവർക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഒരു ടെമ്പോയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ടെമ്പോ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യും. അത് നമുക്ക് അപകടം ഉണ്ടാക്കാറുണ്ട്. കാരണം അത് ചിലപ്പോ ഈ ഹോളിവുഡ് ഫിലിംസിന്റെ ഒക്കെ കൊണ്ടിടും. പക്ഷെ അതൊക്കെ ഒരുപാട് പൈസ ചെലവാക്കി മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കാണ്. അതിപ്പോ നമ്മുടെ ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ച് നമുക്ക് അത് പ്രാക്ടിക്കൽ ആക്കി കൊള്ളണമെന്നില്ല. ഇപ്പൊ ഡയറക്ടർ ചിലപ്പോ അത് ഹാപ്പി ആവണമെന്നില്ല നമ്മൾ കൊടുക്കുന്ന മ്യൂസിക്. അപ്പൊ അങ്ങനെ പല ചലഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ അത് കുഴപ്പമില്ല. അവര് മറക്കണം ശരിക്കും പറഞ്ഞാൽ. ഈ കുറെ പ്രാവശ്യം സെയിം മ്യൂസിക് ഇട്ട് ഒരു വിഷ്വല് കണ്ടു കഴിഞ്ഞാൽ നമ്മള് ലോക്കാം, നമ്മുടെ മനസ്സ് ലോക്കാം. പിന്നെ അതിൽ നിന്ന് മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഞങ്ങൾ എഡിറ്റേഴ്സ് തമ്മിലുള്ള ഒരു ചെറിയ ക്ലാഷിന്റെ ഒരു, അതായത് അവർക്ക് ചിലപ്പോ അത് തന്നെ. പിന്നെ ഇതില് അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, കാരണം ഇപ്പോ ചിലർ പറയലുണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പൊ ഡയറക്ടർ ആയാലും ചില ഈ പറഞ്ഞ ഒരു എഡിറ്റർ ആയാലും അവരെല്ലാം നിങ്ങളുടെ ടീം ആകുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും ഇതുപോലൊരു സോങ്. എനിക്ക് തോന്നിയത്, ഞാൻ സാറിന്റെ മ്യൂസിക് നോക്കുമ്പോൾ അങ്ങനെ ഒരു റിപ്പീറ്റേഷനോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു സാമ്യം തോന്നുന്നില്ല. അങ്ങനെ ഒരു ലെക്ക് കിട്ടിയിട്ടുണ്ട് ഫോഴ്സ്ഫുള്ളി. ഇപ്പൊ നമ്മളുണ്ടാവും, നമ്മള് പോർട്ട്ഫോളിയോ എടുത്താലേ നമുക്ക് ഇതുപോലത്തെ ഫോട്ടോ എന്ന് പറഞ്ഞ ആളുകൾ വരും. അപ്പോ ആസ് എ മ്യൂസിഷ്യൻ അങ്ങനെ ഒന്ന് ഒരുപാട് ഉണ്ട്. അതേപോലെ നമ്മുടെ തന്നെയാണ് വരാറ്. നിങ്ങളുടെ മീൻസ് അതുപോലെ തന്നെ. പക്ഷെ നമുക്ക് ഭയങ്കര പാടാണത് അതുപോലെ ചെയ്യുന്നത്. പക്ഷെ അത് ഓഡിയൻസിനെ അറിയില്ലല്ലോ ഇതാണ് ആവശ്യം എന്നുള്ളത്. നമുക്കിപ്പോ അത് ബ്രേക്ക് ചെയ്യണം. ഞാനിപ്പോ അവരൊരു റെഫറൻസ് തന്നാലും ഒരിക്കലും ആ പാറ്റേൺ ഞാൻ എടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ട്രാഫിക് എന്ന് പറഞ്ഞ പടത്തില് പകലി എന്നുള്ളൊരു പാട്ടുണ്ട്. അതില് രാജേഷായിട്ട് വ്യക്തമായിട്ടൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഫാഷൻ എന്ന് പറഞ്ഞ പടത്തിലെ ഒരു പാട്ട് റെഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ പക്ഷെ ആ റെഫറൻസ് അല്ല എടുത്തത്, ഞാനത് ന്യൂയോർക്ക് നഗരി എടുത്തത് റെഫറൻസ്. അപ്പൊ എന്റെ ടാസ്ക് എന്ന് പറയുന്നത്, പക്ഷെ മെലഡി ഇത് രണ്ടെണ്ണത്തിന്റെയും ഒരു ബന്ധമില്ലാത്ത സംഭവമാണ്. പക്ഷെ ഇനി സൗണ്ടിങ് ഫാഷൻ്റെ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അതെനിക്ക് ഈ ഒരു സംഭവമായിരുന്നു എനിക്ക് കുറച്ചിട്ട്. അപ്പൊ ഈ ഒരു സൗണ്ടിങ് ആളെ ഇഷ്ടപ്പെടുത്തണം എന്നുള്ളതായിരുന്നു എന്റെ ടാസ്ക്. അപ്പൊ ഞാനിത് ചെയ്തു കൊടുത്തു, ഫുള്ളി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് കൊടുത്തു. അപ്പോ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡേ കേട്ടിട്ടൊന്നും പറഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആളെ വിളിച്ചു പറഞ്ഞു ഫിക്സ് ആണെന്ന് വെച്ചോ പറഞ്ഞു. കാരണം അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ വേറെ രീതിയാണ്. അതായത് ഒരു സ്ഥിരം പാട്ടിൽ കേൾക്കുന്ന പോലത്തെ സ്ട്രക്ചർ ആയിരുന്നില്ല. ഒരു പല്ലവി അനുപല്ലവി ഇൻട്രോ പല്ലവി, BGM അനുപല്ലവി, അടുത്ത തുണ്ടുപല്ലവി, അങ്ങനെ പോകുന്ന ഒരു സ്ഥിരം സ്ട്രക്ചറിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അപ്പോ അതൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നത് രാജേഷിനോട്. അത് ആ ഒരു സെൻസ് ആൾക്ക് ഉണ്ടായതുകൊണ്ട് ആളെ ആക്സെപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ ഫസ്റ്റ് ടൈം ചെയ്യുന്നില്ലേ, ഏറ്റവും ആദ്യം ചെയ്യുന്ന സംഭവം ഒറിജിനൽ ആയിരിക്കും. ഒറിജിനൽ ആയിരിക്കും, പ്യൂർ ഫ്രം മൈ ഹാർട്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതല്ല അവർക്ക് വേണ്ട. രണ്ടാമത്തെ വരുമ്പോൾ എനിക്കത് മറക്കണം. ആ ഒരു ത്രെഡ് മറന്നാലാണ് പുതിയ ആ സെയിം സിറ്റുവേഷനിലേക്ക് പുതിയൊരു ത്രെഡ് എനിക്ക് വരുള്ളൂ. അപ്പൊ അത് മറക്കാൻ സമയമില്ലാത്ത സമയത്ത് അവരുടെ റെഫറൻസിനനുസരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ട്യൂൺ ഞാൻ ഒരിക്കലും എടുക്കാറില്ല. ഐദർ ഞാൻ പോകുന്നത് ആ പാട്ടിലൂടെ ഡയറക്ടറിന്റെ മനസ്സിൽ വരുന്നൊരു ഫീൽ ഉണ്ട്, ആ ഫീൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ നോക്കും. പിന്നെ ചിലപ്പോ അതിന്റെ ടെമ്പോ എടുക്കും, ആ ഒരു റിതം. കാരണം പല പടങ്ങളിലും പല പാട്ടുകളും ഈ പറഞ്ഞ പോലെ പാട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കായ്പോളയിലത്തെ മഴ നനയുകയാണ്. പക്ഷെ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പാട്ടാ. അത് ഭയങ്കര 10 മിനിറ്റ് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നടക്കുമ്പോ അങ്ങനെ ഒരു സീൻ ഉണ്ട്. അവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ചിലപ്പോൾ ഒരു ഫ്ലൂട്ട് അല്ലെങ്കിൽ വയലിൻ വായിച്ച് ഫിനിഷ് ചെയ്ത് വിടും. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാലും അത് നിൽക്കില്ല, ആ സീൻ നിൽക്കില്ല. അത്രയും ഭയങ്കര രസമായിട്ടുള്ളൊരു ഇതാണ്, ഭയങ്കര ഇമോഷണലി ഇതായിട്ടുള്ളതാണ്. അപ്പോ അവിടെ ഡയറക്ടർ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനപ്പോ വെളുപ്പിന് ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാനൊരു പ്രോഗ്രഷൻ ചെയ്തു. വെറുതെ ഒരു ഗിബ്രിഷ് ലാംഗ്വേജിൽ എന്തോ പാടിയിട്ടിട്ട് ആൾ എഴുന്നേറ്റ്, ഒരു 6 മണി ആൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ടാക്കാന്ന് പറഞ്ഞു. പാട്ടാക്കാന്ന് പറഞ്ഞപ്പോ ഇത് ഓക്കെയാ, നമുക്ക് പാട്ടാക്കണം നല്ലതെന്ന് പറഞ്ഞ ആള് പറഞ്ഞു.
ഷൈജു എന്നാണ് ആ ചേട്ടന്റെ പേര്. ആളുടെ ആദ്യത്തെ പടമാണ്, ഉഗ്രൻ ഡയറക്ടർ. അപ്പൊ തന്നെ ഞാൻ മുരുകൻ ചേട്ടനെ വിളിക്കാണ്, മുരുകൻ കാട്ടക്കാരനെ വിളിക്കാണ്. ആള് സാധാരണ എനിക്ക് 2-3 ദിവസമൊക്കെ എടുത്തിട്ട് പാട്ട് എഴുതി തരാറുള്ളൂ. അപ്പൊ ഞാൻ പറയും, ചേട്ടാ സമയം ഒട്ടുമില്ല, ഒരു 2 മണിക്കൂർ കൊണ്ട് എനിക്ക് പാട്ട് എഴുതി കിട്ടണം, എനിക്ക് ഇന്ന് വൈകിട്ട് റെക്കോർഡ് ചെയ്യണം, നാളെ റീല് കൊടുത്തു വിടണം. ആള് 2 മണിക്കൂർ കൊണ്ട് എഴുതി. ആള് ട്രാവലിംഗ് ആയിരുന്നു, ആളപ്പം തന്നെ എഴുതി ട്യൂൺ എടുത്ത് കേട്ട്. കവിതയല്ല, എന്ത് ലിറിക്സ് ആണെങ്കിലും കവിതയാണ്. അപ്പൊ തന്നെ ഞാൻ ആ ട്യൂൺ അങ്ങനെ തന്നെ എന്റെ പ്രോഗ്രാമിന് കൊടുത്തു. ഇനി ഇത് വൈകിട്ട് പാടണം, പിന്നെ വേറൊരു സിംഗറിലേക്ക് പോകാനുള്ള സമയമില്ല, കാരണം ഇതെന്റെ മനസ്സിൽ ഈ സാധനം ഉണ്ട്, ഇത് വേറൊരാളെ പഠിപ്പിച്ച് പിന്നെയും അതിനുള്ള സമയമില്ല. അപ്പൊ ആ ഒരു ഫീൽഡ് തന്നെ പാടുന്നതന്നെയല്ല. അപ്പൊ ഞാൻ വൈകിട്ട് വന്നപ്പോഴേക്കും അവന്റെ പ്രോഗ്രാമിംഗ് കഴിഞ്ഞു, ട്രാക്ക് റെഡി, പാടി, നെക്സ്റ്റ് ഡേ മിക്സിങ്, സാധനം കയറ്റി കിട്ടും. ഇതാണ് ഈ മഴ തന്നെ. അപ്പൊ ചില പാട്ടുകള് ഭയങ്കര രസമായിട്ട് വരും അങ്ങനത്തെ ഇതില്. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഞാൻ എന്റെ ലിസ്റ്റില് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ എനിക്ക് തോന്നുന്നില്ലേ, അതിപ്പോ സാറ് പാടുകൊണ്ട് അതിനൊരു ഫീല്, സാറിന്റെ എനിക്ക് മെലഡി ഒക്കെ ചിലത് പാടുന്ന സാധനമില്ലേ, അത് ഭയങ്കര ഒരു ഫീലാണ്. അപ്പൊ അതുകൊണ്ട് റൈറ്റ് ആണ് അത്. ചിലത് അങ്ങനെ ഒരു നിമിത്തം പോലെ. പിന്നെ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് പാടുമ്പോ ഒരു സോൾ ഉണ്ടല്ലോ, അതിന്റെ ഒരു 70% സിംഗേഴ്സിന് കൊണ്ടുവരാൻ പറ്റിയ പാട്ട് കേൾക്കും. ശരിക്കും നിങ്ങൾ പറയാം, അവർക്ക് കണക്ട് ആവണല്ലോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പാട്ടുകാർ പാടാൻ വരുമ്പോ നമ്മള് വ്യക്തമായിട്ട് ആ സിറ്റുവേഷൻ എന്താണ്, ആ സിറ്റുവേഷനിലൂടെ ഡയറക്ടർ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കണം. അതായത് ഇവരുടെ ശബ്ദത്തിലൂടെയാണ് തിയേറ്ററിലെ ആൾക്കാര് ഈ പാട്ട് കേൾക്കാൻ പോകുന്നത്. അത് അപ്പൊ കണ്ണടച്ച് കേൾക്കുമ്പോ ഇതൊരു പുതിയൊരാളുടെ ശബ്ദമായിട്ട് തോന്നാൻ പാടില്ല. അത്രമാത്രം അറ്റാച്ച്മെന്റ് ആ സിംഗറിന് ഈ പാട്ടിനോട് വേണം, എന്നാലാണ് പാട്ട് നിൽക്കുള്ളൂ. അത് പറഞ്ഞപ്പോ അത് കണക്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. കെയർ ഓഫ് സേറ ബാനു അല്ലെ, അതില് മഞ്ജു വാര്യർ അഭിനയിക്കുന്നതിന് എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ ഇത് മഞ്ജു വാര്യർ പാടിയാന്ന് തോന്നി. ചിന്മയ അത് പെട്ടെന്ന് കേട്ടപ്പോഴേ ഇത് മഞ്ജു ചേച്ചി തന്നെയാണോ അങ്ങനെ ഒരു തോന്നല്. പക്ഷെ അതെങ്ങനെ നമ്മള് ഡിസിഷൻ, അത് നിങ്ങളല്ലേ? ചിന്മയ എനിക്കൊരു ഡിഫറെന്റ് വോയിസ് അവിടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് വേറൊരു പടത്തിന് വേണ്ടിയിട്ട് ശ്വേതയുടെ വോയിസ് എടുക്കാൻ പറ്റും, പക്ഷെ ഈ പാട്ട് ചിന്മയനെ വേണമെന്ന് ഒരു ഉറപ്പിച്ചിട്ട് തന്നെ പോയത്. അത് റൈറ്റ് ചോയ്സ് ആയിട്ട്. കാര്യം ആൾക്ക് ഭാഷ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി ആ ഒരു അപരിചിതത്വം ഉണ്ടല്ലോ, ആ ഭാഷയോടുള്ളത്, അതാണ് അതിനെ ക്യൂട്ടാക്കുന്നത്. ചില ഡിസിഷൻസ് അങ്ങനെ നമ്മള് ഇപ്പൊ ഈ നമ്മുടെ 2-3 പാട്ടുകളുണ്ട് അങ്ങനെ. കീരവാണി സാർ പാട്ട് പാടിയിട്ടുണ്ട്, വാരിക്കുഴിയിലെ കൊലപാതകം. അതെ, ഒരു അക്കപ്പല്ല അറേഞ്ച്മെന്റ് ആണ് അതിന്. അപ്പൊ അത് ആളുടെ വോയിസിലൊരു, ഇപ്പൊ നമ്മള് രാജാ സാറിന്റെ അതിലുള്ള ഒരു ഇൻകംപ്ലീറ്റ്നെസ്, പെർഫെക്ഷൻ അല്ലാണ്ട് നമുക്ക് ഒരു വേദനയുണ്ട്. അത് ആ സോള് ആളുടെ ഇതിലുണ്ടായിരുന്നു, വോയിസിലുണ്ടായിരുന്നു. അപ്പം അന്ന് ബാഹുബലിക്ക് ചെയ്ത് ആ ഒരു ഇതിലിരിക്കണം. അപ്പൊ ഒരു റെമ്യൂണറേഷൻ പോലും പറയാൻ നമുക്ക് ഇതില്ല, എത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ മെസ്സേജ് വിട്ടു. എനിക്ക് ഒരു പഴയൊരു പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ ഒരു ബാഹുബലിയുടെ ദീവര എന്നുള്ള പാട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു അക്കപ്പല്ല വെർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഞ്ചുമാണ് പാടിയത്, അഞ്ചു ജോസഫും അവരുടെ ടീം. അപ്പൊ വോക്കൽ അറേഞ്ച് ചെയ്ത് ഞാനാണ്. അപ്പൊ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾക്ക് അയച്ചു കൊടുത്ത് അതിന്റെ ബാഹുബലിയുടെ ഒഫീഷ്യൽ ഫാൻ പേജിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ വിട്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ആ ബന്ധം കളയാതെ നോക്കിയിരുന്നു. ഒരു വെറുപ്പിക്കില്ല, ഞാൻ ഒരിക്കലും ഒരു ബന്ധങ്ങളും വെറുപ്പിക്കില്ല. അപ്പൊ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞു വന്നപ്പോ രജീഷാണ് എന്റെ വാരിക്കുഴിയുടെ ഡയറക്ടർ പറഞ്ഞു, എനിക്ക് കീരവാണി സാറിന് അറിയാലോ, ഒന്ന് മുട്ടി നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ പാട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ പാട്ട് ട്യൂൺ ചെയ്തിട്ടില്ല. ലേല മരിക്കുമ്പോഴുള്ള ഒരു ഇതാണ്. അപ്പൊ ഞാൻ പാട്ട് അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ കീരവാണി സാറെ പാട്ട് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോ പാട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ ആളുടെ റേഞ്ച് നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അത് വെച്ചിട്ടൊരു പാട്ട് കമ്പോസ് ചെയ്ത് അയച്ചു കൊടുത്തു. അപ്പൊ അത് ഹാപ്പിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത പ്രശ്നം റെമ്യൂണറേഷന്റെ കേസാണ്. അപ്പൊ അത് പറഞ്ഞു, അത് ഇപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്താണ് നിങ്ങളുടെ ഉള്ളത് കൊണ്ടുവന്നാൽ മതി, അതിലൊരു ഇതില്ല. അപ്പൊ ഞങ്ങൾക്ക് ഹാപ്പി. കണക്ഷൻ എന്നല്ല, അത് ഒരു കണക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ് അത്. അതെ അതെ, എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് അത്. ഈ അക്കപ്പല്ല അറേഞ്ച്മെന്റും കൂടി ആയതുകൊണ്ട് ആ പടത്തിന്റെ കൂടെ അത് കാണുമ്പോൾ ഭയങ്കര ഫീല് കിട്ടും. പിന്നെ പല പാട്ടുകൾ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പോഴത്തെ ഒരു ഇതിലുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ പടം റിലീസിന് ശേഷമാണ് പല പാട്ടുകൾ ഇറങ്ങുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ നല്ല ട്രാക്കുകൾ പലതും, ഈ സ്ലോ പേസ് ആയിട്ടുള്ള നല്ല പാട്ടുകൾ പലതും ആളുകളിലേക്ക് എത്തില്ല. കാരണം അത് പടത്തില് ആദ്യം റിലീസ് ചെയ്യാൻ പോകുന്നത് ഫാസ്റ്റ് പേസ് സോങ്സ് ആയിരിക്കും. ഇപ്പൊ സൈറവാനിൽ തന്നെ ഇപ്പൊ ഹൃദയവാതിൽ എന്നുള്ളൊരു പാട്ടുണ്ട്, വിനീതും ജോസിനും പാടി, അതാണ് ആദ്യം റിലീസ്, അത് ഹിറ്റായി.
പിന്നെ ഈ ചിത്ര ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ടായില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പക്ഷെ അത് പടം ഇറങ്ങി 2-2 കഴിഞ്ഞിട്ടാണ്. അപ്പൊ കാരണം ക്ലൈമാക്സിനോട് അടുത്ത് നിൽക്കുന്നതാണ്, കഥ അതിലൂടെ പറഞ്ഞു പോണ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് റിലീസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അത് പക്ഷെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ് ആ ഇതിന്. ചിലപ്പോ ഈ ലിറിക്കൽ വീഡിയോ ആദ്യം ഇറങ്ങില്ലേ, ലിറിക്കൽ വീഡിയോ ആദ്യം ഇറങ്ങി കഴിഞ്ഞാൽ സെയിം പ്രശ്നമാണ്, മെയിൻ വീഡിയോക്ക് വ്യൂവർഷിപ്പ് കുറയും. അപ്പൊ ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അല്ല, ഈ ആക്ടിങ്ങിലേക്ക് വന്നത് എങ്ങനെയാ? ആക്ടിങ് ഒരു പക്ക ആക്സിഡന്റ് ആണ്. ആക്ടിങ് അന്നത്തെ സൗന്ദര്യം, അന്നത്തെ എന്റെ ശരിക്കും പറഞ്ഞാൽ അതിൽ മ്യൂസിക് ഡയറക്ടർ, അതിന്റെ ഡയറക്ടറിന്റെ അളിയനാണ്, റോഷൻ ചേട്ടന്റെ അളിയനാണ്. അപ്പോ പാട്ടുകളൊക്കെ ഫിക്സ് ആയി. അപ്പൊ അതിന്റെ റെക്കോർഡിങ് ഗോപിച്ചേട്ടൻ അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്തത്. അപ്പൊ ആളുടെ സ്റ്റുഡിയോ ഉണ്ട് സൺസാ ഡിജിറ്റല് ചെന്നൈയില്. അപ്പൊ അന്ന് ഈ റോമാസ് കന്തയ്ക്കൊക്കെ ഇവിടെ നമ്മുടെ ഇന്റർവ്യൂ വെച്ചിരുന്ന ഇവിടെയായിരുന്നു, ചെന്നൈയിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെക്കോർഡിങ്ങിന്റെ സ്ഥലത്തേക്ക് റോഷേട്ട വന്നേക്കാം. എന്നിട്ടിപ്പോ ഞാനോട് ചോദിച്ചു, നമ്മുടെ ഒരു അളിയന്റെ പടല്ലേ, ഫസ്റ്റ് മ്യൂസിക് ചെയ്യുന്ന പടല്ലേ എന്നുള്ള ഇതിൽ ക്യൂരിയോസിറ്റി ചോദിച്ചതാ. ക്യാരക്ടേഴ്സ് ഒക്കെ ആയ റോഷേട്ട ഒന്നും ആയിട്ടില്ലടാ, ഒരാള് നീയ ചെയ്യരുത്, ഫിറോസ് എന്നുള്ള കഥാപാത്രം നീയ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടാബ്ലോയിൽ പോലും നിൽക്കാത്ത ഒരാളാണ്. പക്ഷെ ആൾക്ക് എന്റെ ഒരു മാനറിസവും പിന്നെ കീബോർഡൊക്കെ ആയിട്ടുള്ള മീൻസ് ആ ഒരു മ്യൂസിഷ്യൻഷിപ്പ് ഉണ്ടല്ലോ, അതാണ് ആൾക്ക് വേണ്ടതായിരുന്നു. അപ്പൊ നീ അധികം അഭിനയിച്ച് കൊള്ളാക്കണ്ട, എന്താണ് നീ അത് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഒരു ലക്കും കൂടെയാണ് മ്യൂസിഷ്യൻ ആയിട്ട് ചെയ്യാൻ. പിന്നെ ആ ഒരു സ്നേഹം എനിക്ക് ഇപ്പോഴും എവിടെ പോയാലും, ലോകത്തിലെ എവിടെ പോയാലും എനിക്ക് ഇപ്പോഴും കിട്ടും. ആ ഫിറോസ് എന്നുള്ള കഥാപാത്രത്തിലുള്ള അതിലും മ്യൂസിക്കും ഭയങ്കര നിങ്ങളുടെ സോങ് ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അത് ഭയങ്കര ദൈവാനുഗ്രഹമാണ്. കാരണം റോഷന്റെ സെക്കൻഡ് ഫിലിം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു പടം, ഉദയനാനന്ദരം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഗൃഹലക്ഷ്മി പോലത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ, പിന്നെ ഈ പറഞ്ഞ ലാലേട്ടനാണ് അത് ഇത് ചെയ്തത്, ഓഡിയോ റിലീസ് ചെയ്തത്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള പടമായിരുന്നു. ഇത് പറഞ്ഞോട് കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് ഒരു പടം അല്ലെങ്കിൽ ഒരു സിനിമ ഒരെണ്ണം നമുക്ക് ചിലപ്പോൾ കിട്ടും, അതിൽ നമ്മൾ നമ്മുടെ കഴിവ് കാണിച്ചിട്ട് രണ്ടാമത്തത് പിടിക്കലല്ലേ പാട്. അതില് നമ്മളെ അല്ലെങ്കിൽ ആളുകൾ പറയില്ലേ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് പറയുമെന്ന് അളിയന് അവസരം കൊടുത്തു. അതല്ലെങ്കിൽ സ്ഥിരം നമ്മളെ പഴഞ്ചനത്ത് ചക്കട്ട് അവിടുന്ന് പ്രൂവ് ചെയ്യിപ്പിക്കുമ്പോ സെക്കൻഡ് അല്ലേ, അതല്ലേ, അതാണ് ഭയങ്കര ടാസ്ക്. എനിക്ക് നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് പക്ഷെ സൈക്കിൾ നല്ല ട്രാക്കാണ്. പക്ഷെ ഈ പറഞ്ഞ 2 വർഷത്തിന് ശേഷം ആ പടം വന്നത്. കാരണം നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് 2-3-4 പടങ്ങൾ വന്നു. പക്ഷെ അത് റോഷന്റെ ഒരു നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ഡയറക്ടറിന്റെ പടമായിരിക്കും. ജോഷി സാറ്, കമൽ സാർ, അങ്ങനത്തെ ഒക്കെ ഒരു ലെവലിലുള്ള ഡയറക്ടേഴ്സിന്റെ പടമായിരിക്കും. അപ്പൊ ഒരു 6 മാസം നീ വെയിറ്റ് ചെയ്യും, നല്ല പടങ്ങൾ വരണേ. അപ്പൊ അതിന്റെ ഇടയിൽ 2 വന്ന് ഞാനത് വേണ്ടാന്ന് വെച്ചു. 6 മാസം വെയിറ്റ് ചെയ്ത് ഇവരൊക്കെ പോയി കണ്ടു. പിന്നെ പടങ്ങൾ വന്നില്ല. നമ്മൾ വിചാരിക്കുന്ന ഡയറക്ടേഴ്സ് ഒക്കെ ഓൾറെഡി ലോക്ക്ഡൌൺ. അവർക്ക് വേറെ മ്യൂസിക് വിദ്യാജി, ജയരാജ്, അവരെ പോലെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് ഓൾറെഡി പ്രോജക്ട്സ് ലോക്ക്ഡൌൺ. അപ്പൊ എനിക്ക് അവിടെ ഒരു പടം ഇല്ലെങ്കിൽ പണി കിട്ടുന്നല്ല, എത്ര നാളായി. ആ സമയത്ത് പൈസക്കൊന്നും അത്യാവശ്യമില്ല, കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല, ഉദ്ഘാടനങ്ങൾ ഇഷ്ടംപോലെ. അല്ല അന്ന് പിന്നെ ഈ ഉദ്ഘാടനം കിട്ടാൻ കാരണം അന്ന് ഭയങ്കര ഭയങ്കര ഹെയർ ഒക്കെ വെച്ചിട്ട് അന്നത്തെ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന ടൈമല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദോഷമായിട്ട് പറഞ്ഞിട്ട് ലാൽജോ സാറിനെ ഒരു പ്രാവശ്യം പോയി കണ്ടു. ലാൽജോ സാറിനെ കണ്ടപ്പോ ആളെന്നെ പറഞ്ഞ്, ആളുടെ അപ്പൊ വിജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അറബിക്കഥ പ്ലാനിങ്ങിലാണ്. അപ്പോ എനിക്ക് തന്നെ നിന്റെ മ്യൂസിക് ഇഷ്ടം. എനിക്ക് അടുത്തൊരു 4 പടം എനിക്ക് വേറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നിനക്കൊരു പടത്തിന്റെ ആവശ്യമുണ്ട്. ജോണിയും നമ്മുടെ ജെയിംസും കൂടി ഒരു പടം പ്ലാൻ ചെയ്യണം. അപ്പൊ ജോണി ചേട്ടന്റെ പടം എനിക്ക് പേഴ്സണലി CID മൂസ് എനിക്ക് ഇഷ്ടമുള്ള പടം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊച്ചി രാജാവ് കാര്യങ്ങളൊന്നും എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ജോണറിലുള്ള പടങ്ങളല്ല. തമാശകളൊക്കെ ഇഷ്ടമാണല്ല എന്ന് പറയില്ല. അപ്പൊ ഞാനൊന്ന് വേണമെന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് നമ്മളത് നോക്കേണ്ട കാര്യമില്ല. ജെയിംസ് ആൽബർട്ടിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇതാണ്, കാരണം ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് ഉള്ള ഇതാണ്. ഞാനത് പോയി പിന്നെ വിനീതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണു, വിനു നിവേദ്യം കഴിഞ്ഞിട്ട് ചെയ്യാൻ പോണു, ബാമ, സന്ധ്യ, അവരൊക്കെ. അപ്പൊ എനിക്ക് കഥ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പിന്നെ നോട്ട്ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ ട്രാക്സ് പ്രിപ്പയർ ചെയ്തത് അതേപോലെ തന്നെ A to Z ഓരോ പാട്ട് കഴിയുമ്പോൾ ജോണി ചേട്ടന് അവിടെ പാട്ട് കേൾക്കാൻ വരുമ്പോൾ ജോണി ചേട്ടൻ, ജെയിംസ് ചേട്ടൻ, പിന്നെ നമ്മുടെ നടനുള്ള സാദിക്കേട്ടല്ലേ, എല്ലാവരും 3-4 പേരുണ്ടാവും. 4 പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ അത് ഭയങ്കര ടാസ്ക് ആണ്. കൺവിൻസ് ചെയ്യുന്ന ജോണി ചേട്ടൻ ഒരിക്കലും എല്ലാവരും മുഖത്ത് നോക്കും.
പാട്ട് കേൾക്കുമ്പോൾ അവരുടെ മുഖത്ത് അവരുടെ expression. expression. അപ്പൊ അത് കഴിഞ്ഞ് ഞാനും പ്രാർത്ഥിക്കുന്നത് ആരും എല്ലാവർക്കും എൻജോയ് ചെയ്യണം എന്നുള്ള പ്രാർത്ഥന അന്ന്. കാരണം എനിക്ക് അന്ന് ഗിമ്മിക്സ് ഒന്നും കാണിക്കാൻ അറിയില്ല. പെട്ടെന്നൊരു പാട്ട് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. അത് എന്നെ പഠിപ്പിച്ചത് ആ ഒരു മനോധൈര്യം തന്നത് അനിൽ പനച്ചൂരനാണ്. കാരണം പുള്ളിക്കാരനാണ് സൈക്കിളിന്റെ ലിറിക്സ്. അപ്പൊ ഈ വർണ്ണപ്പൈങ്കിളി എന്നൊരു പാട്ടുണ്ട് അതില്. അപ്പൊ അത് എന്റെ 6ാമത്തെ പാട്ടാണ് ആ സൈക്കിളില് ആ സിറ്റുവേഷനിലേക്ക് 6ാം പാട്ട്. 3 വർഷം സിറ്റുവേഷൻ മാറ്റി. 4ാമത്തെ 5ാമത്തെ മുതൽ ഞാൻ പിന്നെ നമ്മൾ എത്ര ചെയ്തിട്ട് അതിലേക്ക് വന്നില്ല. അപ്പൊ മെന്റലി ലോക്ക്ഡാണ്. ഒരു പാട്ട് റെക്കോർഡിങ്ങിന് വേണ്ടി സുജാചേച്ചിട്ട് വിനീതിന് വോയിസ് എടുക്കാണ്ട് ചെന്നൈക്ക് പോകാനായിട്ട് ട്രെയിനൊക്കെ ഓർക്കസ്ട്രേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. ട്രെയിൻ ടിക്കറ്റ് അപ്പോഴാണ് 4 പ്രൊഡ്യൂസേഴ്സ് വന്നേക്കണം. സ്റ്റുഡിയോയിൽ ഇരുന്ന് പാട്ട് പാടി കേൾക്കണം. കേട്ട് കഴിഞ്ഞപ്പോ അവർക്ക് ഇതുപോലത്തെ പാട്ടല്ലല്ലോ, അവർക്ക് കഥ പോലും അറിയില്ല. ഇതുപോലത്തെ പാട്ടല്ലല്ലോ നമ്മുടെ പടത്തിന് വേണ്ടതെന്ന് പറയണം. അപ്പൊ കൺഫ്യൂഷനായി. എനിക്ക് പിന്നെ ഈ ചിരി അവിടെ കളയാൻ പറ്റില്ല. ഞാൻ അവിടെ കടിച്ചു പിടിച്ച് നിന്നു. പിന്നെ അന്ന് അനിലേട്ടൻ എന്നെ കൊണ്ട് മൂകാംബികയ്ക്ക് പോയി. നീ ഒരു ബ്രേക്ക് വേണം, നീ വാ. എന്നിട്ട് ട്രെയിനിൽ ഫുൾ എനിക്ക് ക്ലാസ് ആയിരുന്നു. നീ ഇങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കേണ്ട കാര്യമില്ല. ഇതിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ആവാം. അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പഠിക്കണം മ്യൂസിക്കലി. എല്ലാം ഒറിജിനൽ കൊടുക്കാൻ നോക്കിയിട്ട് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ കുറച്ച് ടിപ്സ് ഒക്കെ ആള് പറയണതിൽ സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ അത് അവിടെ പോയി വന്നപ്പോഴേക്കും വർണ്ണപ്പൈങ്കിളി റെഡി ആയിട്ട് വന്നു. അതൊക്കെ വർണ്ണപ്പൈങ്കിളി എന്നെ സംബന്ധിച്ച് ഒരു നഴ്സറി റൈം പോലത്തെ ഒരു പാട്ടാണ്. പക്ഷെ അത് ഹിറ്റായിരുന്നു, പാട്ട് ഹിറ്റായിരുന്നു. എന്റെ അനുമലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പക്ഷെ അത് ആ സിറ്റുവേഷനിലേക്ക് അത് കറക്റ്റ് ആയിരുന്നു. അത് ഹിറ്റ്, അത് ജോണിച്ചേന്റെ ആ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു. അത് ഇതല്ലേ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അവിടെ നമ്മുടെ ഇതല്ല, ശരിക്കും ഡയറക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു ഒരു കാഴ്ചപ്പാടുണ്ട് ആ സിനിമയില് എങ്ങനത്തെ പാട്ടുകൾ എവിടെ വന്നു കഴിഞ്ഞാൽ നന്നാവണം എന്നുള്ളത്. അതിനുള്ള അതെ. ഞാനപ്പോ അത് അങ്ങനത്തെ ഒരു പാറ്റേൺ പുതിയതായതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചത് ഉൾക്കൊള്ളാനായിട്ട് സമയം എടുത്തത്. പിന്നെ വന്നപ്പോ എനിക്ക് കുഴപ്പമില്ല, അത് എങ്ങനത്തെ പാട്ടാണെങ്കിലും സമയം എടുക്കാണ്ട്. എനിക്ക് പക്ഷെ ഈ ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടം. നമ്മുടെ ബ്രെയിൻ ക്ലാവ് പിടിക്കാതെ നിൽക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഈ രാജശേഖരന്റെ ഒരു നല്ല ചോയ്സ് ആയിരുന്നു. പിന്നെ സുനിലേട്ടൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് സുനിൽ ഇബ്രാഹിം. ചാപ്റ്റേഴ്സ് അരികിലാണ് എല്ലാരും കൂടെ അതിലൊരു സോങ് ഫ്രാങ്കോ ചേട്ടൻ, സിതാര, അന്ന കത്രീന. അത് ഭയങ്കര അന്ന് അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട. സാറിന്റെ മ്യൂസിക്കൽ ഇൻസ്പിറേഷൻ ആരാണ്? ഞാൻ ഈ തുടങ്ങിയ സമയത്ത്, അതായത് 7th സ്റ്റാൻഡേർഡ് ഒക്കെ തുടങ്ങിയാണ് എനിക്ക് ഇതിലൊക്കെയുള്ള ഒരു ക്രേസ് വന്നു തുടങ്ങിയത്. അന്ന് ആ സമയത്താണ് റോജ ഇറങ്ങിയതും. അപ്പം എനിക്കിവിടെ എന്റെ ജനറേഷനിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മ്യൂസിഷ്യൻസിനും റഹ്മാൻ സാർ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അതുപോലെ തന്നെ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഫോളോ ചെയ്തിരുന്നത് രാജാ സാറിന്റെ കോഡ് പ്രോഗ്രഷൻസ് ആണ്. രാജാ സാറിന്റെ കോഡ് പ്രോഗ്രഷൻസ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ജോൺസൺ മാഷിന്റെ അതെനിക്ക് ഭയങ്കര ഇതാണ്. ആ ഒരു സീനിനെ ഉൾക്കൊള്ളുന്ന രീതിയും അത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ ജോൺസൺ മാഷ്. പിന്നെ എല്ലാവരും കുറെ എല്ലാം പഠിക്കാനുണ്ട്. പുതിയ തലമുറയിലത്തെ പിള്ളേര് നന്നായിട്ട് ചെയ്ത് ജസ്റ്റിൻ, പിന്നെ നമ്മുടെ വിഷ്ണു, സുഷിൻ, ഇവരൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള പിള്ളേരാണ്. ഗോവിന്ദൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഓരോന്നും ചെയ്യുന്ന സംഭവം ഭയങ്കര അടിപൊളി സാധനങ്ങളാണ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ബാബുക്ക ഇമോഷണലി എന്നെ ഒരുപാട് കണക്ട് ചെയ്യുന്ന പാട്ടുകള് മലയാളത്തില് ബാബുരാജ് സാറിന്റെയും ജോൺസൺ മാഷിന്റെയാണ്. പിന്നെ രവീന്ദ്ര മാഷ് ശരത് സാറിന്റെ ഒക്കെ ഞാൻ കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനത്തെ ഒക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇനി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ക്ലാസ് കഥകളില്ല ഒന്ന്. പിന്നെ എന്നിലേക്ക് വരുന്ന പ്രോജക്ട്സ് കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ മൂഡിലുള്ള പക്ഷെ അതെനിക്ക് ഹാപ്പിയാണ്. അതില് എനിക്ക് ഇതുപോലത്തെ ചെയ്യാനും ഇഷ്ടമാണ്, ചെയ്യാൻ അറിയുകയും ചെയ്യാം. കാരണം ഈ പറഞ്ഞ പോലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഈ മാംഗോണ്ട്, റേഡിയോ മാംഗോണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു, നാട്ടിലെ താരം പറഞ്ഞിട്ടൊരു പരിപാടി. അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ അവസരങ്ങൾ ഇങ്ങനത്തെ വളരെ റെയറായിട്ട് കിട്ടുള്ളൂ. അപ്പോ പക്ക കർണാട്ടിക് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക്, രാഗ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഞാൻ ഈ അടുത്തൊരു വാർത്തകൾ ഇതുവരെ ഒരു പടം ചെയ്തിരുന്നു. സിജുവും പിന്നെ വിനയ് ഫോർട്ട് അവരൊക്കെ അഭിനയിച്ചൊരു പടം. അതിലെല്ലാം രാഗ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടുകളായിരുന്നു. രാഗ ബേസ്ഡ് സിംപ്ലിഫൈഡ് ഒരു ഇത് കേട്ടാ. ജോൺസൺ മാഷിന്റെ വീണുവേട്ടന്റെ ഒക്കെ 80s ഉള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അങ്ങനത്തെ പാറ്റേണിലുള്ള പാട്ടുകൾ. അതായത് ശരിക്കും ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ വിഷ്വലൈസേഷനും അങ്ങനെ തന്നെയാണ്. ഒരു 80s നടക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു കള്ളന്റെ കഥ പറയുന്ന ഒരു സംഭവം. അത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല.
പാട്ടുകൾ അതിൽ ഈ പറഞ്ഞ പോലെ നോമിനേഷൻസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതില് സ്വപ്നം തേടാന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, വേണുവേട്ടൻ പാടിയൊരു പാട്ട്. അതെനിക്കൊരു പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട വർക്കാണ്. ഇപ്പൊ സാർ ചെയ്ത വർക്കുകളിൽ സാറിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു വർക്ക് ഏതായിരിക്കും? ഐ മീൻ മെമ്മറബിൾ ആയിട്ടും ചാപ്റ്റേഴ്സിലെ പാട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ അതിന്റെ റീ റെക്കോർഡിംഗ് എനിക്ക് ഇഷ്ടമാണ്. അതൊന്ന്. പിന്നെ കൊന്തയും പൂണ്ടിൽ കണ്ടൊരു ആരും ശ്രദ്ധിക്കാത്തതിന്റെ ഒരു പടമുണ്ട്, കൊറേ ചാക്കോച്ചനും ഷൈൻ ടോം ചാക്കോ. ഞാൻ കണ്ടിരിക്കുന്നു. അത് കുറച്ച് സ്ലോ പേസ്ഡ് ആണ്. അതിന്റെ മൊത്തം വർക്ക് എനിക്ക് ഇഷ്ടമാണ്, മ്യൂസിക്കൽ വർക്കും. അതിലൊരു മെലഡി ഉണ്ടല്ലോ, ഉണ്ണിച്ചേട്ടൻ പാടിയ ഒരു പാട്ടുണ്ട്. പാട്ട് മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് മുതൽ പിന്നെ അത് പ്രൊഡ്യൂസേഴ്സിൽ ഒരാള് ഞാനായിരുന്നു. ഇന്നു മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ കണ്ടപ്പോ പാട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ചോദിക്കണം, അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഒരു ഇത് വരുമല്ലോ, എന്താ ഒരു സ്വരത്തിന്റെ, അതെങ്ങനെ നമ്മൾ വരുന്നത്? അത് വരുമ്പോഴാണ് എനിക്ക് ആ പാട്ടൊന്നും കൂടെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട്. അല്ല, അത് പറഞ്ഞ പോലെ ഒരു ഹിന്ദി പാട്ടാണ് വേണ്ടത്. അതായത് അതിന്റെ സിറ്റുവേഷനിൽ ഹീറോ നമ്മുടെ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ആളുടെ നാട്ടിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് പോവാണ്. ഒരു ജേണിയാണ്. ആ ജേണിയുടെ ഇടയിൽ ഈ ഹീറോയ്ക്ക് ഒരു ട്രാൻസ്ഫോർമേഷനും വരുന്നുണ്ട്. അതായത് മനസ്സിന്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതുവരെ കുറെ പേരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ആവശ്യത്തിന് പറ്റിക്കുന്നതല്ല, ഗതികേട് കൊണ്ട് പറ്റിച്ച് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് വേണ്ടി പറ്റിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഇതിലൂടെ ഒരു ഉള്ളിലത്തെ ഒരു ട്രൂത്തിനെ കണ്ടുപിടിക്കുന്ന, അപ്പൊ ആ ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യിക്കണ ഒരു പാട്ട് വേണമെന്ന് രജീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്കത് സമയമെടുത്ത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അത് ഹിന്ദി പാട്ടാണ്. ഹിന്ദി പാട്ട് ഒരു മലയാളി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് പലരും അംഗീകരിക്കില്ല. അതായത് ഈ പറഞ്ഞ പോലെ അത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല അവിടെ. പക്ഷെ എനിക്ക് ഏറ്റവും ഒരുപാട് ബോളിവുഡിൽ നിന്ന് ഒരുപാട് ഇത് വന്ന കമന്റ്സ് ഈ സോങ്ങിന് ഇത് കിട്ടിയ അപ്രീസിയേഷൻ കിട്ടിയ പാട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ 5-6 വർഷം എടുത്ത് ചെയ്ത പാട്ടാണ്. പ്രോഗ്രാമിങ്ങും മെലഡിയും ഇതെല്ലാം ഒരുമിച്ച് ഞാൻ ചെയ്തതുപോലെ. അപ്പൊ ഒരു സ്റ്റേജില് അപ്പൊ ഒന്ന് ബോറടിക്കുമ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ഡേ ആയിരിക്കും അടുത്ത പോർഷൻ ചെയ്യാൻ പോണത്. ഇപ്പൊ പല്ലവി ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്നത്, നെക്സ്റ്റ് ഡേ ആയിരിക്കും അതിന്റെ ബീജിയത്തിൽ ഇടുന്നത്. 3-ാമത്തെ 4-ാമത്തെ ദിവസം ആയപ്പോഴാണ് ഈ ഇങ്ങനെ പോകുന്ന സംഭവം. അത് അങ്ങനത്തെ ഒരു സംഭവം. ഞാൻ ഈ റഹ്മാൻ സാറിന്റെ പാട്ടുകള് കവാലിയിലൊക്കെ അങ്ങനത്തെ ജോണേഴ്സ് പറയാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. അപ്പൊ അതുപോലത്തെ ഒരു പാറ്റേൺ ഇവിടെ അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല, മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാനത് ഫിക്സ് ചെയ്തു, അത് ഒരു ചെയ്തു. രജീഷ് കേട്ടപ്പോ തന്നെ അത് അവന്റെ മനസ്സിലും വിഷ്വൽസ് അങ്ങോട്ട് ഓപ്പൺ ആയി. മീൻസ് അതായത് അവനത് വരെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിഷ്വൽസിൽ നിന്ന് ഒക്കെ മാറ്റിമറിച്ച് പിന്നെ പുറത്ത് മീൻസ് വേറെ രീതിയിലുള്ള ഷൂട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായി. ജാവേദിന്റെ വോയിസ് കൂടി വന്നപ്പോ ഭയങ്കര ഫീല് തോന്നുന്നു. ആൾക്കും ഒരു ഫേവറേറ്റ് ട്രാക്സിൽ ഒരാള് ഒന്നാണ് ഈ ജാവേദിന്റെ ഫേവറേറ്റ് ട്രാക്സിൽ ഒന്നാണ് ഈ പറഞ്ഞ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ചില പാട്ടുകളോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. നമുക്ക് ഇതിന്റെ മ്യൂസിക്കിന്റെ ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ഇതിന്റെ മ്യൂസിക് പഠിക്കാത്തതുകൊണ്ട് അത് കുറിച്ച് അറിയില്ല. പക്ഷെ എന്തോ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സാധനം ഇതിലുണ്ട്. ഇത് കേട്ട കുറെ പേര് പറഞ്ഞത് ഒരേ സമയം ഹാപ്പിനെസ്സും പെയിനും കിട്ടുന്ന ഒരു സാധനമായിട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു പാട്ടാണ്. ചെയ്തപ്പോ കുറെ ചില പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും കേൾക്കുമ്പോ നമുക്ക് കരച്ചിൽ വരും. അങ്ങനെ വന്ന ഒരു സാധനമാണ് ഈ മോശം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ 2 രീതിയിൽ ഇതിനെടുക്കാം. ഇപ്പൊ കൊമേഴ്ഷ്യൽ ഹിറ്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ പാട്ട് ഇഷ്ടം ഉണ്ടാവുകൊണ്ടാണ് ഞാനിത് കേൾക്കുള്ള പാട്ടാവുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അങ്ങനത്തെ അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്? ഭയങ്കര സീരിയസ്ലി അതൊരു ഇറ്റേണൽ ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ നോട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ പോലും മറന്നിരിക്കുന്ന പാട്ടുകൾ വേറൊരാള് പറഞ്ഞ് അത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ടാവും. ഈ പാട്ടുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അപ്പൊ അതൊരു ഭയങ്കര ഇങ്ങനത്തെ പാട്ടുകളാണ് ലൈഫ് ഉണ്ടാവുന്നത്. അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞ് പോയാലും ചിലപ്പോ അടുത്ത ജനറേഷനില് മെജോ ജോസഫ് എന്നുള്ള പേര് നിലനിർത്തേണ്ട പാട്ടുകളിലൊക്കെ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും. അത് ഇറങ്ങിയിട്ട് 4 വർഷമായി ആ പടം ഇറങ്ങിയിട്ട്. ഇപ്പൊ ഇന്നിപ്പോ മാഷത് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി ആ ഒരു പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതേപോലെ തന്നെ സാറിന്റെ എനിക്ക് തോന്നുന്നു അതുവരെയുള്ള പാറ്റേൺ ഒരു പൊളിച്ച് ചെയ്തൊരു സോങ് കൂടെ ഉണ്ട്, ഒരു ഭക്തി കൃഷ്ണ, അതും കേൾക്കാൻ ഭയങ്കര എന്തൊക്കെയാ
ഭയങ്കര അത് ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വകുളാഭരണം എന്ന് പറഞ്ഞ രാഗത്തിലാണ് ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ ശങ്കർജീനെ കൊണ്ട് പാടിക്കാനായിട്ട് പ്ലാനായിരുന്നു. പക്ഷെ അന്ന് ബഡ്ജറ്റ് വൈസ് കുറച്ച് ഞങ്ങള് ടൈറ്റ് ആയി പോയി. കൊറോണയും വന്നു, ഒക്കെ കൂടി വന്നു. അതുകൊണ്ട് തന്നെ സിയാണ് പാടിയത്. അത് അടിപൊളിയായിട്ട് അവൻ പാടിയിട്ടുണ്ട്. അതാ പടത്തിന് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന പാട്ടുകളില് ഒന്നാണ്. അതിൽ വിഷ്വലും അങ്ങനെയാണ് പോയിട്ടുള്ളത്. പിന്നെ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് ആ പടം കൊറോണ സമയത്ത് റിലീസ് ചെയ്തത്. ഭാഗ്യത്തിന് റിലീസായി എന്ന് പറയാം. ZTV ആണ് എടുത്തത്. അപ്പൊ ബ്രേക്ക് ഇവണായി. പക്ഷെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലായിരുന്നു കുറെ കൂടിയൊക്കെ കയറി കിട്ടേണ്ട. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, അത് സിനിമയുടെ കഥയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മള് വിചാരിക്കണ പോലെ ഒന്നല്ല ഓഡിയൻസിന്റെ. അതെ, ഓഡിയൻസിന് ഞാൻ പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മളെ ഇതുപോലത്തെ സാധനങ്ങളാണ്. മറ്റേത് അടിപൊളി സാധനമൊക്കെ മോശമെന്നല്ല പറയാം, അതാ നിൽക്കും ആ ലൈം ലൈറ്റില്. അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഈ സിനിമയുടെ ലൈഫ് എന്താണോ അതാണ് ഈ ഫാസ്റ്റ് പേസ് സോങ്സിന്റെ ലൈഫ്. അത് കഴിഞ്ഞ ഒരു മാക്സിമം ഒരു 2 മാസം അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ലജ്ജാവതിയൊക്കെ പോലത്തെ പാട്ടുകളായിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ അതില് ഒരു സോൾഫുൾ ആയിട്ടുള്ള മെലഡി കിടക്കുന്നുണ്ട്. ഭയങ്കര ഉഗ്ര മെലഡിയാണ് ലജ്ജാവതി. അത് ജാസിയുടെ വോയിസിൽ വന്നപ്പോ അത് കൂടുതൽ ഡിഫറെന്റ് ആയി. അപ്പൊ അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തത്. മെലഡീസ് തന്നെ നിൽക്കുള്ളൂ. ആർക്കും നമുക്ക് റിതം മൂളിക്കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. എത്ര കാലം റിതം ഇഷ്ടപ്പെടുന്നവർക്ക് അത് നോട്ട് ചെയ്യും. പക്ഷെ അത് അതിന് ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ അതിന്റെ കൂടെ ഒരു മെലഡി കൂടി വേണം. പിന്നെ പാറ്റേൺ, ഈ ഒരു പാട്ടിന്റെ കൂടെ ഉള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പാറ്റേൺ മാത്രമായിട്ട് കോമൺ ഓഡിയൻസ് ശ്രദ്ധിക്കാനായിട്ട് ചാൻസ് കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഒരു മെലഡി സാധനമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പത്തെ ജനറേഷനിലെ ആളുകൾ പറയാൻ മടിയാവും തന്ത വൈബ് എന്ന് പറയുന്നത്. ചിലപ്പോ അല്ലേ, അതുണ്ടാവും സംഭവം. ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. തന്ത വൈബ് വിളിക്കാം. പക്ഷെ അലീറ്റക്ക് ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ലേ, പറയാ അലീറ്റ് മെലഡിയിലാണ്. ഇപ്പൊ ചെയ്ത വർക്കുകളിൽ പറഞ്ഞപ്പോ ഒരു വർക്ക് ചെയ്യാൻ നേരത്തെ ഇന്നൊരു പ്ലേസ് വേണം, അല്ലെ പീസ്ഫുൾ ആയിട്ടിരുന്ന് ചെയ്യണം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് 4 മക്കളാ. നമുക്കറിയാം കുട്ടികളെ. അപ്പൊ അതിനുള്ള സമയം ഞാൻ കണ്ടെത്തണം. മിക്കവാറും രാത്രികളിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ ഉറങ്ങി കഴിഞ്ഞ് പിന്നെ ഇപ്പൊ അവരും നമ്മുടെ ജീവിതശൈലിയായിട്ട് ട്യൂൺഡാണ്. അവരെങ്ങനെ മ്യൂസിക് കണക്ഷൻ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട് എല്ലാവരും. പക്ഷെ അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാൻ പാടില്ല. അല്ല, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലോ. അല്ല, അത് ഓട്ടോമാറ്റിക്കലി അവര് ഇതിലേക്ക് വരേണ്ടവരാണെങ്കിൽ. ഇപ്പൊ ഞാൻ 7ാം ക്ലാസ് വരെ വളരെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സംസാരിക്കുന്നത് അല്ലാതെ വളരെ റെയറായിട്ടാണ് വീട്ടിൽ പോലും സംസാരിക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ അവരതിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കണ്ടേ, ഞാൻ കുട്ടിയായിരുന്നു. ഒരു 4ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോ അവിടെ കൊയറില് ഒരു ചേട്ടൻ പഠിപ്പിക്കാൻ വരും. അപ്പൊ ആ ചേട്ടനിൽ നല്ല കീബോർഡ് ഉണ്ട്. ആള് വായിക്കുന്നത് വരുന്നത് ഞാൻ പിന്നിൽ നോക്കിയിരിക്കും. അപ്പൊ എനിക്ക് ഇത് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഉള്ളില് എവിടെ മ്യൂസിക് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതെനിക്ക് പാടാനോ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. 7ാം ക്ലാസ്സില് യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയത്ത്, ആ സമയത്ത് ഞാൻ അനുജത്തിയും കൂടി പഠിക്കാൻ പോയിട്ടുണ്ട്. ഒരു വർഷം കർണാട്ടിക് പഠിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ കുറച്ച് കോൺഫിഡൻസ് എവിടെ നിന്നൊക്കെ വന്നു. ഞങ്ങളുടെ അടുത്തൊരു സുനിലേട്ടൻ ഉണ്ട്. ആള് ശരിക്കും ബേസിക്കലി എഞ്ചിനീയർ ആണ്. അപ്പൊ ആൾക്ക് ഇടയ്ക്ക് സമയമുള്ളപ്പോ ഞങ്ങള് പാട്ട് പഠിപ്പിക്കും. അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു പിന്നെ അത് നിർത്തി. അപ്പൊ അന്ന് ഹാർമോണിയം കുറച്ച് പഠിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടും പഠിച്ചു. എന്നിട്ട് മമ്മി എന്ന് എന്നോട് ഇപ്പോഴും പറഞ്ഞു, നീ ഇന്ന് സ്കൂളിൽ പാട്ട് പാടാതെ തിരിച്ച് വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ആദ്യം ലൈറ്റ് മ്യൂസിക് പാടുന്നത്. ആ ലൈറ്റ് മ്യൂസിക് പാടിയത് 2nd പ്രൈസ് കിട്ടി. അത് പപ്പ ട്യൂൺ ചെയ്ത പപ്പ ഹാർമോണിയം നന്നായിട്ട് വായിക്കുമായിരുന്നു. പിന്നെ ആള് ഈ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബാങ്കിൽ ജോലി കിട്ടിയതിന് ശേഷം ആൾ ഇതൊക്കെ വിട്ട് സ്റ്റിൽ ഒരു മ്യൂസിക്കൽ ഫാമിലി തന്നെയാണെന്ന് പറയാം. അപ്പാപ്പൻ നന്നായിട്ട് ഹാർമോണിയം വായിക്കും, അമ്മ നന്നായിട്ട് പാടും. പപ്പയുടെ എല്ലാ അനിയന്മാരും ഓരോ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരാണ്. പക്ഷെ അവർക്കൊക്കെ ഈ പള്ളി എന്നുള്ള ഇത് വിട്ടിട്ട് ഇതൊരു കരിയർ ആക്കി എടുക്കാനൊക്കെ ഭയങ്കര അപ്പൊ അന്ന് പപ്പ ട്യൂൺ ചെയ്ത പാട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം പാടിയത്, പാതിരപ്പൂക്കളെ എന്നുള്ള പാട്ട്. അത് 2nd പ്രൈസ് കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഇത് കിട്ടിയിട്ട് പാടിയിട്ട് വീട്ടിൽ കയറി എന്ന് പറഞ്ഞ മമ്മിയോട് ഒന്നും വേഗം അവസാനിച്ച് വീട്ടിലേക്ക് വരണമെന്ന് പറയുന്ന അവസ്ഥയായി. കാരണം പരിപാടികൾക്ക് പോയി കഴിഞ്ഞ പിന്നെ ഇത് എന്റെ ലൈഫ്. മാർക്കും ഈ പറഞ്ഞ പോലെ അതുവരെ ടോപ്പ് 5 നിന്നിരുന്നാണ്. പിന്നെ ഒരു 10 ആയി 15 ആയി അങ്ങനത്തെ. അതെ, കറക്റ്റ്. അതിനൊരു ദൈവത്തിന്റെ ഒരു ചോയ്സ് ഉണ്ട്. നമുക്കൊരു റീസൺ ഉണ്ട്. നമ്മൾ ഈ ലോകത്തിലെ ആയിരിക്കുന്നതിന്റെ ഒരു റീസൺ ഉണ്ട്. അപ്പൊ അത് തിരിച്ചറിഞ്ഞത് 7th സ്റ്റാൻഡേർഡിൽ വെച്ചാണ്. പക്ഷെ മ്യൂസിക് ഡയറക്ഷനാണ് എന്റെ വഴി എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചത് ഡിഗ്രി 3rd ഇയർ ആയപ്പോഴാണ്. കാരണം പള്ളിയിൽ ഇപ്പൊ വായിക്കുമായിരുന്നു. പള്ളിയിൽ കൊയറിൽ ഒരു 10-12 വർഷം വായിച്ചു.
ഒരു 8ാം ക്ലാസ് തുടങ്ങി ഇപ്പോ ഡിഗ്രി 3rd ഇയർ ഒക്കെ ആയപ്പോഴേക്കും പള്ളിയിൽ വലിയ കീബോർഡ് വാങ്ങിച്ചു, സീക്വൻസിങ് തുടങ്ങി, പ്രോഗ്രാമിംഗ്. അപ്പൊ അന്ന് സിസ്റ്റം വെച്ചിട്ടില്ല. അപ്പൊ അന്ന് എനിക്ക് കീബോർഡ് ഇല്ല, എന്റെ ഉള്ളത് സീക്വൻസ് ചെയ്യാൻ പറ്റണതല്ല. പള്ളിയിൽ രാത്രി ഒരു 8 മണിക്കൊക്കെ പോകും. അപ്പൊ എല്ലാവരും ഇത് കഴിയും. പിന്നെ ഞാൻ രാത്രി വെളുപ്പിന് 2 മണിക്കൊക്കെയാണ് നമ്മുടെ ഓൺ ക്രിയേഷൻസ് ഒക്കെ അതില് കുറെ 16 ട്രാക്സ് ആണ് അതിലുള്ളത്. ഓരോന്ന് കുത്തിപ്പിടിച്ച് പഠിച്ച് ഉണ്ടാക്കുക. ഞാനൊരു നല്ല പ്ലെയർ അല്ല, കീബോർഡ് പ്ലെയർ അല്ല, നല്ല പ്ലെയർ അല്ല. പക്ഷെ എനിക്ക് വായിക്കാൻ പറ്റും. ബേസിക്കലി ലെഫ്റ്റ് ഹാൻഡർ ആണ്. അപ്പൊ ഞാൻ മുമ്പ് പള്ളിയിൽ വായിച്ചത് ഇങ്ങനെയാണ്, കോഡ്സ് റൈറ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെയാണ്. ഭയങ്കര കൗതുകമായിരുന്നു. അപ്പൊ ഇത് സീക്വൻസിങ് വന്നപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ക്ഷമ അത്യാവശ്യം നന്നായിട്ടുള്ള ആളാണ്, പേഷ്യൻസ് വേണം, നല്ല പേഷ്യൻസ് വേണം. അതെനിക്ക് അത്യാവശ്യം ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അന്നത്തേക്ക് ഒരു എഫേർട്ട് ഉണ്ടല്ല, അത് നമ്മള് ഈ പറഞ്ഞ പോലെ തീയിൽ അങ്ങനെ പതുക്കെ പടിപടിയായിട്ട് ദൈവം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മളെ കൊണ്ടുവന്ന് ഈ 25ാം വയസ്സിൽ നോട്ട്ബുക്ക് തന്നതാണ് സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട്, അതായത് ഈ ഒരു ടൈമില് ഇത്രയും യങ് ആയിട്ട് വന്ന മ്യൂസീഷ്യൻ വളരെ കുറവാണ്. ഇല്ല, കറക്റ്റാ, ഇല്ല. അല്ല, ആ സമയത്ത് എല്ലാവരും ഡിസ്കസ് ചെയ്തൊരു സംഭവമായിരുന്നു. അത് മാത്രല്ല അതില് മ്യൂസീഷ്യൻ ആയിട്ട് തന്നെ ആക്ട് ചെയ്യാൻ പറ്റി. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഒന്ന് ഇതായിട്ടുണ്ട്. ഇപ്പൊ ആ 25th എന്നൊക്കെ പറയുമ്പോ എനിക്കൊക്കെ ഭയങ്കര ഇപ്പോഴും നമുക്കൊരു ഭയങ്കരമായിട്ട് ഇതിനൊക്കെ ഇത്രയും ഇത് വരുമ്പോഴേ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്തു ആ സമയത്ത്. എനിക്ക് പക്ഷെ ഞാൻ ഇപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇതിലൊന്നും നമ്മളെ ഇല്ലില്ല, ഇപ്പോഴും അന്ന് എങ്ങനെയാണ്. പക്ഷെ ഇത് ലൈഫല്ലേ. പക്ഷെ എനിക്ക് ചിലപ്പോ എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയില്ല കേട്ടോ, അന്നേ ഞാൻ ഇങ്ങനത്തെ ഒരു ബാലൻസ്ഡ് ലൈഫ് സിമ്പിൾ. ഇപ്പൊ നമ്മള് സിമ്പിൾ മനുഷ്യൻ ഇത്ര സംസാരിക്കല് ഉണ്ടാവാറില്ല. മനുഷ്യൻ വന്നിട്ട് പുതുതായി വന്നിട്ട് എന്താ പറയാ, നമ്മള് കാണുമ്പോഴേ മറ്റേ പിയാനോ വായിക്കുന്ന അടിപൊളി ലുക്ക്, എന്താ. അത് മാത്രമല്ല ക്ലൈമാക്സിൽ ഒരു എയർപോർട്ടിലാ വരുന്ന ഫോട്ടോഗ്രാഫ് കൊടുക്കുമ്പോഴേ എന്നാ കോട്ടൊക്കെ ഭയങ്കര ലൂസാ എയർപോർട്ടിൽ വരുന്ന കോട്ടില്. പക്ഷെ അതേപോലെ ലൈഫ് പിന്നെ ആള് പിന്നെ സെലിബ്രേറ്റ് ചെയ്യും. വേറെ അതല്ല, ഈ നോട്ട്ബുക്കിലെ ആ ഒരു ചെറിയ പയ്യൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വാരിക്കുഴിയിലെ നെഗറ്റീവ് ക്യാരക്ടർ നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് ക്യാരക്ടർ അല്ല, അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ചർച്ച ഉണ്ടായിരുന്നു. അത് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നടക്കില്ലെന്ന് അറിയില്ല. പക്ഷെ അതില് സോങ് അടിപൊളി അല്ലേ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് വർക്ക്. അതില് ശ്രേയ ഒരു പാട്ട് പാടി, കഞ്ഞിവേലി, ആ മെലഡി അല്ലേ, അതെനിക്കും ഇഷ്ടപ്പെട്ട. ഇത് പറഞ്ഞ പടങ്ങളും കൂടി ശ്രദ്ധിക്കപ്പെട്ടാൽ പാട്ടുകളും കൂടി കുറെ കൂടി. പിന്നെ ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് നോട്ട്ബുക്ക് സൈക്കിൾ ട്രാഫിക്കിന്റെ സമയത്ത് ഇതിന് മാത്രം പടങ്ങള് ഒരാഴ്ച ഇറങ്ങുന്നില്ല. അന്ന് ഒരു മാക്സിമം ഒരു 3-4 പടങ്ങളാണ് ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ആ 4 പടങ്ങളും ആൾക്കാർക്ക് കാണാനുള്ള സാവകാശമുണ്ട്. ആ 4 പടങ്ങളിലെ പാട്ടുകളും FM-ലൂടെ വൃത്തിക്ക് ആൾക്കാർക്ക് കേൾക്കാനായിട്ടുള്ള സാവകാശമുണ്ട്. ഇത് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഒരു 10 പടങ്ങള് ഇറങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല അന്ന് ഇത്രമാത്രം വേൾഡ് സിനിമാസ് മലയാളീസ് വാച്ച് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അതല്ല, കൊറോണ കഴിഞ്ഞ് OTTയുടെ ഒരു സംഭവം വന്നപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് പടം പോയാലും ഒരു മാസത്തിനുള്ളിൽ OTT വരുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണ സംഭവം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അത് ഒരു ഫേസ് ആണത്, ഈ സിനിമയുടെ ഒരു ഫേസ് ആണത്. ഇപ്പൊ അടുത്ത ഇതില് മൊബൈലില് കാണാൻ പറ്റുന്ന സിനിമ എന്നുള്ള ഇതിലേക്ക് വരുക 100%. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അന്ന് ഇപ്പൊ നിങ്ങൾ വരുന്ന സമയത്തുള്ള ഓഡിയൻസിനുള്ള മ്യൂസിക്കുള്ള എഡ്യൂക്കേഷൻ എല്ലാം ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇതിന്റെ ടെക്നിക്കൽ ടൈംസ് ആണെങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, അതിന്റെ നടുവിൽ എന്ത് അങ്ങനെ വരുമ്പോഴാണ് അത് അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് തന്നെ ഏകദേശം ഒരു ജഡ്ജ് ഇയാള് പാടുന്നത് പോലെ നിങ്ങളെ പോലത്തെ എന്താ പറയാ പ്രൂവ് ചെയ്ത ആളുകളല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു ബിഗിനേഴ്സ് ഒക്കെ വന്ന് പാടുമ്പോഴും ഇപ്പൊ നമ്മൾ സാധാ ഒരു ഗാനമേളയ്ക്ക് പോയിട്ട് ഇരിക്കുകയാണ്, നമ്മൾ ഉത്സവപ്പറമ്പുള്ള ഗാനമേള, ഇയാളിത് എന്ത് കാണിക്കുന്നതെന്ന് ഓഡിയൻസിന് തോന്നുന്ന ഒരു ടൈമായി. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? റിയാലിറ്റി ഷോസ് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പാട്ടുകാരെയും അതായത് കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ ഓഡിയൻസിനെയും മ്യൂസിക്കലി എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ശരത് സാറ് അവരൊക്കെ പറയണത് അതായത് ഈവൻ രാഗാസ് വരെ കോമൺ ഓഡിയൻസിന് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അത് ശരിക്കും വലിയ നല്ല കാര്യമാണത്. അപ്പൊ അത് റെസ്പോൺസിബിലിറ്റി, പാട്ടുകാര് റെസ്പോൺസിബിൾ ആയിരിക്കണം. അതുപോലെ നന്നായിട്ട് പഠിച്ചു ഈവൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയും, ഉപയോഗിക്കുന്ന ലോജിക്, പ്രോ ടൂൾസ് പോലത്തെ, അതിനെ കുറിച്ച് പോലും ഇപ്പം അത് ആപ്പിളിന്റെ സാധനങ്ങളാണ്. അതിന്റെ മിനിയേച്ചർ ഫോമാണ് ഈ ഗാരേജ് ബാൻഡും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൂടെ മിക്കവാറും എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം.
ഈ മൊബൈലില് പാട്ടുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ട്. ജസ്റ്റ് ചെയ്യുന്നുണ്ട് മ്യൂസിക്. അതെ അതെ, അതിൽ തന്നെ കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ലൈഫിന്റെ ഒരു ചേഞ്ചിന്റെ ഒരു ഭാഗം. നമ്മള് വി ഹാവ് ടു ആക്സെപ്റ്റ് ചേഞ്ച് എന്ന് പറയുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ ടെക്നിക്കലായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അന്നത്തെ പോലത്തെ അല്ലേ? അതെ അതെ, കുറച്ചും കൂടെ നമുക്ക് ടെക്നിക്കൽ technical side- സപ്പോർട്ട് കിട്ടുക എന്നുള്ളതിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഞാനിപ്പോ ഞാൻ മുമ്പ് മിക്സിംഗിലും മാസ്റ്ററിംഗിലും നിൽക്കാറില്ല. പക്ഷെ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തേക്കുന്നതാണ്. നോട്ട്ബുക്കിലേക്ക് വരണേക്കാളും മുമ്പ് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രചോദനമായതിന്റെ റീസൺ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ആൽബം ചെയ്തപ്പോൾ സൗണ്ട് എഞ്ചിനീയർ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളായിരുന്നു. അപ്പൊ എനിക്ക് ഓർക്കസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. അപ്പൊ എനിക്ക് അവിടെ എന്റെ പാട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, പാടിക്കുന്ന രീതിയിലും ട്യൂണിലൊക്കെ. പക്ഷെ മിക്സിങ്ങിന്റെ സമയത്ത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു സൗണ്ടിങ് അല്ല. അതെനിക്ക് മിക്സിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഉദ്ദേശിച്ച ഒരു സൗണ്ടിങ് അല്ല എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ അടുത്ത മാസം തന്നെ ഇത് എന്താണെന്ന് അറിയണല്ലോ, സൗണ്ട് എഞ്ചിനീയറിംഗ് ചേർന്നു. പിന്നെ അതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. അതെന്താ ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് എന്താ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബേസിക് സംഭവം എനിക്ക് വേണം, നോഹോ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചേർന്നത്. ഇപ്പൊ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എല്ലാ വർക്കുകളും ഒരു മിക്സിംഗ് എഞ്ചിനീയറിനെ ആശ്രയിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് അതും കുറച്ച് അറിഞ്ഞിരിക്കണം. മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗും നമുക്ക് കുറേശ്ശെ അറിയണം. ഞാനിപ്പോ ഇവിടെ ഒരു ഐഫ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് യാസയിലുണ്ട്. അവിടെ ഇതായിട്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് പോയാൽ മതി, ഒരു മാസത്തിൽ ഒരു 4-5 ദിവസം പോയാൽ മതി. അപ്പൊ അവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പഠിച്ചിരിക്കണം. അത് ഒന്നാമത് ഇന്ത്യൻസും അല്ല പഠിക്കാൻ വരുന്നത്, ആരും തന്നെ മലയാളീസ് ഇല്ല. ഇന്ത്യക്കാരൻ 1-2 പേരുള്ളൂ, ബാക്കി എല്ലാം ഫോറിൻ നാഷണൽ. അപ്പൊ അത് നമ്മളും എന്നും പഠിച്ചോണ്ട്. ഞാനിപ്പോ നിങ്ങൾ വിളിക്കണ സമയത്ത് ഞാൻ എന്റെ തന്നെ ഒരു വർക്ക് വെറുതെ മിക്സ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. വേറെ ഒരാള് മിക്സ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഫൈനൽ വിടാനായിട്ട്. പക്ഷെ അതപ്പം തന്നെ ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അത് ഒന്ന് കമ്പയർ ചെയ്ത് എന്താ പ്രശ്നങ്ങൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എപ്പോഴും, എന്നാലേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ഫീൽഡിലുള്ള ഇതിലും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതെ അതെ, ഉറപ്പായിട്ടും. നമ്മൾ ഏത് ഫീൽഡാണ് തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ മാഷ് നേരത്തെ ക്യാമറയുടെ ഒരു കാര്യം ചോദിച്ചില്ല, അത് എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ്. പക്ഷെ അതിന്റെ ടെക്നിക്കൽ സംഭവങ്ങള് പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് സമയം എന്നെ അനുവദിക്കണില്ല ഇപ്പോഴത്തെ സ്റ്റേജില്. പക്ഷെ ഭാവിയില് എനിക്ക് ഒരു ആഗ്രഹം ആഗ്രഹം ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ഒരു ഡയറക്ഷൻ എന്നുള്ളതിലേക്ക് വരണ സമയത്ത് ഇതിനെ കുറിച്ച് ഞാൻ അറിയാതെ പറ്റില്ല. അറ്റ്ലീസ്റ്റ് എന്തായാലും ബേസിക് സംഭവങ്ങൾ എനിക്ക് അറിയണം. അപ്പോ ഞാൻ എന്തായാലും ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ പഠിക്കും. ഇതൊക്കെ പഠിച്ചിട്ട് ഇറങ്ങുള്ളൂ എന്തായാലും. അല്ലെങ്കിൽ അതൊരു ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അത് എന്താ ചെയ്തു വെച്ചെങ്കിലും ചോദിക്കാനായിട്ട് ഇടപെടരുത്. നിങ്ങളിപ്പോ ഒരു മൂവി ചെയ്യുകയാണെങ്കിൽ നടക്കട്ടെ, അത് ചെയ്യുകയാണെങ്കിലേ ഒരുപാട് നമ്മളിപ്പോ പറഞ്ഞ മാതിരി BGM ചെയ്യാത്ത ഇതൊക്കെ കണ്ടിട്ട് ഷോർട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആസ് എ മ്യൂസീഷ്യൻ നിങ്ങളൊരു മൂവി ഡയറക്റ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പോ നിങ്ങൾ പ്ലാൻ ചെയ്യോ? അതായത് ഇപ്പോ ഇങ്ങനെ ടക്ക് 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 കട്ട് ഷോട്ട് വേണ്ട, കുറച്ച് ലേഗ് ഇടുക, അപ്പൊ നമുക്ക് BGM ഒന്ന് ഇങ്ങനെ ഒന്ന് മ്യൂസിക്കലി ഇത് കണ്ടില്ലേ? ഞാനതായത് സ്ക്രിപ്റ്റ് എഴുതുമ്പോ തന്നെ അതിന്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യും. ഫൈനൽ പടത്തിന്റെ ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് സിനിമ ഒരു മ്യൂസിക്കലി ആക്കാൻ പറ്റും. എക്സാക്ട്ലി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ തുടരും ചെയ്തപ്പോ അങ്ങനെയാണ് ചെയ്തത്. ജെയ്ക്സ് ഫ്രം ദ ബിഗിനിങ് തരുണിന്റെ കൂടെ ഇരുന്ന് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈച്ച് എല്ലാ BGM എനിക്ക് തോന്നുന്നു ലാലേട്ടനെ കേൾപ്പിച്ചപ്പോ അങ്ങനെ കേൾപ്പിച്ചത്. അത് വെച്ചിട്ട് ആ ഓഡിയോ പ്ലേ ചെയ്തിട്ട് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് കേൾപ്പിച്ചത്. അപ്പൊ വർക്കും കൂടെ ഒന്നുകൂടെ ഭയങ്കരമായിട്ട് അതിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യും. അതൊരു പോയം പോലെ ഫീൽ ചെയ്യും. കാരണം ഇപ്പൊ നമ്മൾ ആ ഷോട്ട് എടുക്കുമ്പോൾ അത് വെച്ചിട്ട് നമ്മളില്ലേ ഭയങ്കരമായിട്ട് ഇതാവും. അപ്പൊ ആ രീതിക്ക് തന്നെ പോയില്ലേ, അത് ടക്ക് 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 അടി വന്നിട്ട് പിന്നെ അതിന് മ്യൂസിക് ചെയ്യുമ്പോ. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്നിരുന്നാലും ഇപ്പോ വേറെ ഫ്രീഡം കൊടുക്കേണ്ട ക്രിയേറ്റീവ് ടെക്നീഷ്യൻസ് ഉണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അവരുടെ ഇത് ബേസിക്സ് ആണ് നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫൈനലിൽ ഇപ്പൊ എഡിറ്റിംഗ് ഇതിൽ എല്ലാത്തിലും അവരുടെ സ്വാതന്ത്ര്യം, ഏറ്റവും നല്ല ടെക്നീഷ്യൻസിന്റെ ഏറ്റവും നല്ല സാധനങ്ങൾ വരുമ്പോ നമ്മളും കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പക്ഷെ നിങ്ങളെ കൺവേ ചെയ്യുന്ന ഈ രീതി സാർ കൂടുതലും UAE-ലുണ്ട് അല്ലെ? കുറെ കാലം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 6-7 മാസമായിട്ട് ഞാൻ ഉണ്ട് ഇവിടെ. ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ലോങ് ടേം ആയിട്ട് ഇവിടെ ഉള്ളത്. ഇപ്പൊ അത് പിള്ളേരൊക്കെ ഇവിടെ പഠിക്കണേ. പിന്നെ 1-2 ബിസിനസ്സുകളൊക്കെ ഉണ്ട്. വൈഫാണ് ബിസിനസ് ഒക്കെ നോക്കുന്നത്.
ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ വർക്കുകൾ ഞാൻ ഇവിടുന്ന് ചെയ്യും. ഓക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നടക്കുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. ഓക്കെ അപ്പൊ ഈ ഡയറക്ടേഴ്സിന് പറഞ്ഞ എന്തെങ്കിലും കറക്ഷൻ പറയാനും കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ കൂടുതലും ആളുകൾ കാണാൻ നമ്മളെ റിലേറ്റഡ് നമ്മളെ മീഡിയ കമ്പനി, മീഡിയ പ്രൊഡക്ഷൻ. അപ്പൊ നമ്മള് ചെറിയ കോർപ്പറേറ്റ് ആഡും അല്ലെങ്കിൽ ജിംഗിൾസ് ഒക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഷൂട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും നമ്മളെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില്. അപ്പോ ചിലപ്പം ആളുകൾക്കില്ലേ സിനിമ മാത്രമേ ചെയ്യുന്നുള്ള ഒരു തോന്നലുണ്ടാവും. സാറ് ജിംഗിൾസ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ അപ്പൊ ഇപ്പൊ നമ്മളെ പോലുള്ള ആളുകള് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേറ്റ് ആഡാണ്, അതിന്റെ ജിംഗിൾസ് ഒക്കെ ചെയ്യാൻ സമീപിക്കുകയാണെങ്കിൽ സാർ ചെയ്യും അല്ലേ? ജിംഗിൾസ് ആണ് ശരിക്കും ബ്രെഡ് ആൻഡ് ബട്ടർ. സിനിമ ഞാനിപ്പോ ഒരു 20 വർഷത്തിൽ 25 പടം ആയിട്ടുള്ളൂ. ജിംഗിൾസ് എനിക്ക് ഒരു 10 ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ ട്രാഫിക്കിന്റെ ഒരു കാര്യം കൂടെ പറയാം. അതായത് ട്രാഫിക് പറയാതെ പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ ട്രാഫിക് ലാസ്റ്റിക്ക് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? എനിക്ക് ട്രാഫിക്കിനേക്കാളും ഇഷ്ടപ്പെട്ട പറഞ്ഞ മോസം, അങ്ങനെ കുറെ സാധനങ്ങൾ, അരികെ മഴ, അങ്ങനെ ഒരുപാട് സോങ്ങുകൾ ഉണ്ട്. നമ്മളതും നോട്ട് ചെയ്യുന്നുണ്ട്. മറ്റതെല്ലാരും കേൾക്കുന്നതാവും. അപ്പൊ അതാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് തുടങ്ങിയത്. ഇപ്പോ ട്രാഫിക്കിലേക്ക് വരുമ്പോ ഞാൻ വിശ്വസിക്കുന്ന ഓരോ സിനിമയുടെ ഓരോ ഷിഫ്റ്റ് വരുമ്പോല്ലേ അതിൽ സാറിന് എന്താ പറയാ ആ ടീമിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ട്രാഫിക്കിലായാലും നല്ല ടീമാണ്. പിന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് അത്. അതെ അതെ. അപ്പോ വാരിക്കൂലിലെ കൊലപാതകം അത് നല്ല ഹിറ്റ്, അതില് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ട്രാഫിക്കിക്ക് വരുമ്പോഴേ ചേസ് ചെയ്യുന്ന മീൻസ് ആ സോങ് ഉണ്ടല്ലോ, മറ്റേ ആ മ്യൂസിക്, അതിങ്ങനെ വരുമ്പില്ലേ അതിങ്ങനെ വന്നിട്ട് ആ സാധനം ഇങ്ങനെ പോയിട്ട് ഫുള്ള് തെറ്റാണ് പറയുന്നത്, ക്ഷമിക്കണം. ആ സാധനം ഇങ്ങനെ പോയിട്ട് പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഇത് വരുന്നുണ്ട്. ഇടയിൽ വന്നിട്ട് ഒന്ന് മ്യൂസിക് ഡൗൺ ആയിട്ട് വരുന്ന സമയത്താണ് നമ്മള് അതിലെ ഹോസ്പിറ്റൽ സീനും മറ്റേ സായികുമാറിനെയും അവരൊക്കെ ഇരിക്കുന്നൊക്കെ കാണുന്നത്. ഈ സാധനം വന്ന് വീണ്ടും കയറി പോവാണ്. എന്റെ മനസ്സിലില്ലേ ആ സാധനം സത്യം പറഞ്ഞ നന്നായിട്ട് ഷൈജു ഇത് പിന്നെ DOP ചെയ്തിട്ടുണ്ട്. പിന്നെ മാഷ് നാരായൺ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല ഷോ ഒക്കെ ഇതൊക്കെയാണ്. പക്ഷെ അതിനെ നന്നായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാനല്ലേ ആ സോങ്ങും ആ മ്യൂസിക്കും ഒക്കെ ഇത് വന്നിട്ടുണ്ട്. ഇത് നിങ്ങള് ഈ എന്താ പറയാ ഈ ഷോട്ട് ഇതൊക്കെ അടിച്ചിട്ട് ഇത് കണ്ടിട്ടാണോ ഇതിന്റെ BGM ഇത് ചെയ്തത്? സോങ് അല്ലെ സോങ് ആദ്യം കൊടുക്കുക? ഇത് സോങ് ആദ്യം കൊടുത്തു. പക്ഷെ സോങ് ലോക്കാവാനായിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പേസ് ഉള്ള അതിന് പകരം ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് അവിടെ ഇത് നിൽക്കില്ല, ആ സീൻ അവിടെ നിൽക്കില്ല. ഇത് സോങ് ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ആ സോങ്ങിന്റെ ലിറിക്സ് എല്ലാ സ്ഥലത്തും ക്ലിയർ അല്ല. ശ്രദ്ധിച്ചാലറിയാം. പല്ലവി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനുപല്ലവിയിലേക്ക് വളരെ ലൈറ്റ് ആയിട്ടാണ് ലിറിക്സ് നമുക്ക് കേൾക്കുന്നത്. അത് ഹിഷാമും വിപിനും കൂടി പാടിക്കണം. അപ്പൊ അത് ഷൂട്ടിന് മുമ്പ് സോങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ ആ ട്രാക്ക് പാടിയിരുന്നത്. ട്രാക്ക് പാടിയിട്ട് അത് ഈ പറഞ്ഞ പോലെ രാജേട്ടൻ അത് ഓക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ പാട്ട് ഇട്ടിട്ടാണ് ലാസ്റ്റ് വണ്ടിയൊക്കെ ഹോസ്പിറ്റലിലേക്ക് റോട്ടിൽ കൂടെ ഓടിച്ച് ആ ലാസ്റ്റ് ഷോട്ടിൽ വണ്ടി ഓടിച്ചത് രാജേട്ടനാ. ആൾക്ക് സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആ ഹോസ്പിറ്റലിലേക്ക് കേറുന്ന വരെയുള്ള ലോങ് ഷോട്ടില് വണ്ടി വന്നില്ലേ, അത് രാജേട്ടന്റെ വണ്ടി ഓടിച്ചത്. അപ്പൊ വണ്ടി അതെനിക്ക് തോന്നുന്നു പാട്ട് ഇട്ടിട്ടാണ് അവിടെ മീൻസ് അങ്ങനത്തെ രംഗങ്ങൾക്ക് ഷൂട്ട് ചെയ്തത്. പിന്നെ എഡിറ്റിലുള്ളത് എനിക്ക് രംഗങ്ങളൊക്കെ ഇതൊക്കെയാണ് വരുന്നതെന്ന് അറിയായിരുന്നു. ആ പാട്ടിൽ ഇതൊക്കെ ഐറ്റംസ് സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പം ഹോസ്പിറ്റൽ സീൻ വരും, പിന്നെ ഈ ട്രാവൽ വരും, ഇതെല്ലാം വരും എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് ചെയ്തു. അതിന്റെ BGM ആയാലും ഭയങ്കര എന്റെ ഫസ്റ്റ് BGM. പക്ഷെ അത് ഭയങ്കര രാജേട്ടനായിട്ട് ഭയങ്കര റാപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറെ ഫിലിംസ് അതിനു മുമ്പ് ഒരുമിച്ചിരുന്ന് കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പം ആ ഒരു പാറ്റേണിൽ 21 ഗ്രാംസ്, ബാബയിൽ അങ്ങനത്തെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ പടങ്ങള് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടിരുന്നു. കണ്ട് അപ്പൊ തന്നെ പിന്നെ അതിലത്തെ ഒരു തീം പിയാനോ പീസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ MBA പഠിക്കുമ്പോൾ ചെയ്ത തീമാണത്. അപ്പൊ അത് എന്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് ചെയ്തിരുന്നു. അപ്പൊ അന്ന് ആ ഒരു വിഷമത്തിൽ ഞാൻ അന്ന് രാത്രി ചെയ്ത ഒരു പിയാനോ പീസാണ്. അപ്പൊ അത് രാജേഷനെ കേൾപ്പിച്ചപ്പോ ഇത് മതി, ഇതാണ് നമ്മുടെ തീം എന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി അത് എലമെന്റ്സ് ചേർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് മഹേഷേട്ടൻ പറഞ്ഞാൽ ഈ പിയാനോ മാത്രം മതി, അതാണ് അതിന്റെ സോള്. ഞാൻ ഈച്ച് ടൈം ഓരോ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു മിക്കി മൗസിങ് ഫീൽ ചെയ്യും. ഒരേ തീം കോപ്പി പേസ്റ്റ് ഒരു പിയാനോ പീസ്. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ ഞാൻ ഓരോ എലമെന്റ്സ് ഇടയ്ക്ക് കയറ്റും. പക്ഷെ അത് വേണ്ട, അതാണ് സോള്,
ഒറ്റ അതായത് ഈ അതിലൊരു ഒരു കഥയും കൂടി ഉണ്ടായി. ഈ 5 പേരുടെയും കഥ ഒറ്റ സോളോ എന്നുള്ള ആ ഒരു ഒറ്റ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഒറ്റ ഇൻസ്ട്രുമെന്റ് തന്നെ മതി എന്നുള്ളതില് നിന്നതാണ്. കുറെ ചർച്ച ചെയ്തിട്ടാണ് പിന്നെ അതിന്റെ സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇപ്പോഴും അത് കാണാൻ ചില മൂവി നമുക്ക് ഇപ്പൊ കാണുമ്പോ ഇത് എന്താ അയ്യെന്ന് തോന്നും. ഇതങ്ങനെയല്ല, ഇപ്പൊ ഇരുന്ന് കണ്ടാലും ഇല്ലേ. ഇതിപ്പോ കഥ എന്ന് പറയാനൊന്നും ഇല്ലേ ശരിക്കും പറഞ്ഞാൽ. അതില് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഹാർട്ട് എത്തിക്കുക, തിരിച്ച് വേറെ അത്രയുള്ള കഥ പറയാനായിട്ട്. പക്ഷെ അതെ എക്സാക്ട്ലി അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ട്രാഫിക്കിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കാറ്റ് വന്നു ഓക്കെ, അത് മൂവി ഭയങ്കര ഇതായിട്ടില്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണൽ ഇതല്ല, അത് ഭയങ്കര അതിനെ കുറിച്ച് തോന്നുന്നു. അതിന്റെ കാറ്റ് വന്നു എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. വിധുവും ജോൾസിനെയും കൂടി പാടിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞ റോയ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ആള് ആ ഒറ്റപ്പടം ചെയ്തിട്ടുള്ളൂ. ഒരു മൈക്കിൾ പനച്ചിക്കൽ എന്ന് പറഞ്ഞൊരു അച്ഛനാണ് തിരുനാമകീർത്തനം എന്നൊരു പാട്ടൊക്കെ ഇല്ലേ, അത് എഴുതിയ അച്ഛനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. തിലകൻ ചേട്ടനൊക്കെ അഭിനയിച്ചാണ്. തിലകൻ ചേട്ടൻ, അരുൺ, ഷഫ്ന, പാട്ടിൽ വരുന്നവർ രണ്ടുപേരാണ്. അവർ രണ്ടുപേരാണ് ഇത് വരുന്നത്. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് മാഷ് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി. ആ പാട്ടുകളൊക്കെ മറന്നിരിക്കുന്ന പാട്ടുകൾ. അതിന്റെ ഈവൻ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രാജസാറിന്റെ കോഡ് പ്രോഗ്രഷനൊക്കെ ശ്രദ്ധിക്കാറെന്ന് പറഞ്ഞില്ലേ, അതിനൊക്കെ ഇപ്പൊ ചില പാട്ടുകളിലൊക്കെ ഉണ്ട് ഒരു ലാൻഡ് ചെയ്യുന്ന രീതിയൊക്കെ. ആ പ്രോഗ്രഷൻ ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം അവർ ബെസ്റ്റ് തോട്ട്സ് കം ഫ്രം അതേഴ്സ് നമ്മള് പറയുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മള് ഇതൊന്നും ഒറിജിനലിനായി നമ്മൾ വിശ്വസിക്കില്ല. ഇത് ഇവിടെ ഉണ്ട്, ഈ പ്രകൃതിയിലുണ്ട്. നമ്മളെടുത്ത് വേറൊരു ഫോമില് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ കൊണ്ടുപോയി ചെസ് പോലത്തെ ഒരു പരിപാടിയാണ്, ഒരു മാനിപ്പുലേഷൻ ആണ് സംഭവം. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര എനിക്ക് വിധുവിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. അപ്പൊ എനിക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഇവിടെ ഒരു പണിയിലാണ്, ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാനൊരു പാട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വന്ന അവനും ഭയങ്കര ഇഷ്ടം. ജോൾസിന്റെ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളാണ് എന്റെ ഹൃദയം. ഈ താരം തീർത്ത് കൂടാറുന്ന ഒരു പടം ഉണ്ടായിരുന്നു എന്റെ. അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഈ അടുത്ത് വന്ന പടങ്ങളിലൊന്നാണ്. എല്ലാ പുതുമുഖങ്ങളാണ്. അതിന്റെ ഡയറക്ടറിന്റെ അനിയനാണ് കാർത്തികാണ് അഭിനയിച്ചത്. ഗോകുൽ എന്ന് പറഞ്ഞ ഡയറക്ടർ. ചിലപ്പോ കണ്ടിട്ടുണ്ടാവും ഈ ബനാറസ് എന്ന് പറഞ്ഞിട്ട് പടം OTT കിടക്കുന്നുണ്ട്. ആ സെയിം ടീം. ബഡ്ജറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ അവർക്ക് വ്യക്തമായിട്ട് ഒരു കണ്ടു കഴിഞ്ഞ ഒരു നമ്മളൊരു കൊറിയൻ മൂവി ഒക്കെ കാണുന്ന പോലത്തെ ഒരു ക്യൂട്ട് പടം. ചെറിയ മൂവി ആണെങ്കിലും ഇതുണ്ട്, ആമസോണിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ചില്ല. 4-5 പാട്ടുകളുണ്ട്. ഈ പറഞ്ഞ പോലെ അതൊക്കെ നമ്മള് ആവശ്യത്തിന് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് പ്രൊഡ്യൂസറിന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് കയറി പോകേണ്ട പടങ്ങളായിരുന്നു. എല്ലാം പിന്നെ ഇത് കണ്ടപ്പോ ഞാനൊക്കെ ഇങ്ങനെ സോങ് സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ വരുന്ന സോങ്ങാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫേവറേറ്റ് ലിസ്റ്റിൽ വിടുമല്ലോ. അത് പിന്നെ ആ ട്രാക്ക് ഇങ്ങനെ കേട്ടു. ഇത് ശരിക്കും പല പുതിയ പ്രൊഡ്യൂസേഴ്സും വരുമ്പോ തന്നെ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമ ഷൂട്ട് ചെയ്യാൻ എത്ര ചെലവാക്കുന്നുണ്ട്, ഏകദേശം അതിന്റെ ഒരു 70% എങ്കിലും പ്രൊമോഷന് വേണ്ടി മാറ്റി വെക്കുകയാണ്. അതായിരിക്കണം ഹോൾ പ്രോജക്ട് കോസ്റ്റ്. എന്നാലാണ് അത് ആളുകളിലേക്ക് എത്തുള്ളൂ. കാരണം പ്രൊമോഷൻ ഇല്ലാണ്ട് ഒരു പടം പൊങ്ങാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിൽ ഓക്കെ സാർ, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മഴ നനയുകയാണോ, പുഴ നിറയുകയാണോ, തിരികെ വരികയാണോ പുലരികൾ, മലർ വിടരുകയാണോ, മലർവനയിലാകെ ചിറകടിക്കുകയാണോ പ്രാവുകൾ, വഴികൾ അടയാറില്ല, തിരകൾ അഴിയാറില്ല, പകലൊളി മറയാറില്ല, നിഴലോ മായും ഉഷസേ നിറയൂ, മനസ്സേ ഉണരൂ, അരികെ പകലോൻ വെയിലായി ചിരികൾ.
അടിപൊളി. താങ്ക് യു. സൂപ്പർ. സാറിന്റെ വോയിസിൽ ഇത് കേൾക്കുമ്പോൾ മെലഡി ഇല്ലേ, ഭയങ്കര സോളാണ്, ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ താങ്ക് യു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളല്ലേ ഒരു മ്യൂസീഷ്യൻ എത്ര അടുത്ത് കിട്ടുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. അല്ല, അതുകൊണ്ട് നന്നായി. ഇന്റർവ്യൂ നന്നായി, വളരെ നന്നായി. വളരെ സന്തോഷം. ഇന്റർവ്യൂ ആയിട്ട് ഫീൽ ചെയ്തില്ല, ഇല്ല, വളരെ കാഷ്വൽ ആയിട്ട് പോയി. അപ്പൊ സാറിന്റെ എന്താ പറയാ ഫ്യൂച്ചറിലുള്ള പ്രൊജക്ടുകളും അടിപൊളിയാവട്ടെ, താങ്ക് യു. എല്ലാം ഉഷാറായിക്കോട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ടു യു. ഹാപ്പി ഓണം സർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓക്കെ, ഇന്നത്തെ ഓണം എപ്പിസോഡിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മൊമെന്റ്, ഈ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക് യു.